ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് 1 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഇൻവേഷൻ ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഈ ഒരു പിക്ചർ കാണുമ്പോൾ തന്നെ അറിയാം എന്താണ് കുറച്ച് കണ്ടുപിടുത്തങ്ങളും അതോടൊപ്പം തന്നെ എന്താണ് ചെറുത്തുനിൽപ്പും ഒക്കെയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫോട്ടോസൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കളർഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കപ്പലൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ എന്താണ് ഈ കപ്പലിൽ ആരെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ രാജ്യങ്ങൾ പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും നമുക്ക് ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ എന്താണ് ഒരു സ്റ്റോറിയോട് കൂടിയാണ് തുടങ്ങുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ അത് സിമ്പിളായിട്ട് കിട്ടും. ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ In April 1601, the English East India Company sent its first expedition to East Indies. ഈസ്റ്റ് ഇൻഡീസ് എന്ന് പറയുന്ന രാജ്യത്തേക്ക് 1961 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത് ഒരു കപ്പൽ അയക്കുന്നത്. ഫസ്റ്റ് എക്സ്പെഡീഷൻ എന്ന് വെച്ചാൽ ആദ്യമായിട്ടുള്ള യാത്ര നടത്തുന്നത് 1961. അതിന് 18 മാസങ്ങൾക്ക് ശേഷം പിന്നീട് എന്താണ് 4 കപ്പലുകൾ അയക്കപ്പെടുന്നു. സുമാത്ര ജാവയിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നു, ഈ കപ്പലിലൂടെ അവർ പെപ്പേഴ്സൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കൊണ്ടുപോകുന്നുണ്ട്. ആരാണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. എന്താണ് പിന്നീട് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ വരുന്നുണ്ട്. അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഇതിനകത്ത് പറയുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യും കിട്ടും മക്കളെ. നെക്സ്റ്റ് ഇതൊന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചിരിക്കുക. ക്യാപിറ്റലിസം എ വെരി ഷോർട്ട് ഇൻട്രൊഡക്ഷൻ. ക്യാപിറ്റലിസം എ വെരി ഷോർട്ട് ഇൻട്രൊഡക്ഷൻ. എന്താണ് ക്യാപിറ്റലിസം എ വെരി ഷോർട്ട് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്? ജെയിംസ് ഫൾച്ചറാണ്. ആരാണ്? ജെയിംസ് ഫൾച്ചറാണ് എന്ത് ചെയ്ത് ഈ ബുക്ക് എഴുതിയിരിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് എന്താണ് വൺ വേർഡ് ആയിട്ടൊക്കെ എന്ത് ചെയ്യുക ചോദിക്കാം. ഇത് ജസ്റ്റ് ഒരു കഥയാണ്, ജസ്റ്റ് എന്താ ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാർ നമ്മുടെ രാജ്യത്തേക്ക് വന്നപ്പോൾ എന്തൊക്കെ ചേഞ്ചസസ് ആണ് ഉണ്ടായത്, അല്ലെങ്കിൽ നമ്മുടെ ലോകത്തേക്ക് വന്നപ്പോൾ എന്തൊക്കെ ചേഞ്ചസസ് ആണ് ഉണ്ടായത് എന്നാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കാൻ പോകുന്നത്. ഈ ഒരു ചാപ്റ്ററിനകത്ത് നമുക്ക് ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്താണ് നമ്മുടെ വേൾഡിൽ വന്നപ്പോഴും നമ്മുടെ ഇന്ത്യയിൽ വന്നപ്പോഴും നമ്മുടെ കേരളത്തിൽ വന്നപ്പോഴും ഒക്കെ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത് എന്നതിനെ കുറിച്ചിട്ടുള്ള ചാപ്റ്ററാണിത്. ഫസ്റ്റ് നമുക്ക് വേൾഡിലെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഫസ്റ്റ് എന്താണ് നമുക്കൊരു കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, അതിനെക്കുറിച്ചൊന്ന് പഠിക്കണം. ഫസ്റ്റ് കോൺസ്റ്റാന്റിനോപ്പിൾ വാസ് എ ഇമ്പോർട്ടൻറ്റ് ഹബ് ബിറ്റ്വീൻ യൂറോപ്പ് ആൻഡ് ഏഷ്യ. യൂറോപ്പും ഏഷ്യയും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹബ്ബാണ് ഇത് കോൺസ്റ്റാന്റിനോപ്പിൾ. അപ്പോൾ ഏഷ്യയാണ്, പിന്നെ യൂറോപ്പ്, ഏഷ്യ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഹബ്ബാണ് എന്ത് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത്. ദിസ് വാസ് ദ ലിങ്ക് ഫോർ ദി ലാൻഡ് ട്രേഡ് ബിറ്റ്വീൻ യൂറോപ്പ് ആൻഡ് ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള എന്താണ് ട്രേഡ്, വ്യാപാരം നടക്കുന്നത് ഏതിലൂടെയാണ്? ഈ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹബിലൂടെയാണ്. ഇത് 1453 ആര് പിടിച്ചെടുത്തു? ടർക്സ് പിടിച്ചെടുത്തു. ആരാണ് പിടിച്ചത്? ടർക്സ് ആണ് എന്ത് ചെയ്തത് പിടിച്ചെടുത്തത്. വിച്ച് പ്രിവെൻറ്റഡ് ഫർദർ യൂറോപ്യൻ ട്രേഡ് യൂസിങ് ദിസ് ഹബ്ബ്. പിന്നീട് എന്താണ് ഇത് ആര് പിടിച്ചെടുത്തു? ടർക്സ് പിടിച്ചെടുത്തത്. കാരണം പിന്നെ ആർക്ക് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല, യൂറോപ്യൻസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവിടെ വ്യാപാരം നടത്താൻ പറ്റിയില്ല. അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്തു, ഇവർക്ക് പുതിയതായിട്ടുള്ള റൂട്ട് കണ്ടുപിടിക്കേണ്ടി വന്നപ്പോൾ മിസ് ഒന്നുകൂടി പറയാം, ശ്രദ്ധിച്ചിരുന്നു. കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത് യൂറോപ്പും ഏഷ്യയും തമ്മിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹബ്ബായിരുന്നു. ഇവർ തമ്മിൽ എന്താണ് വളരെ ട്രേഡിൽ വളരെയധികം ലാൻഡായിട്ട് എന്താണ് ലിങ്ക് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണിത്. ഇത് ആര് പിടിച്ചെടുക്കുന്നു? ടർക്സ് പിടിച്ചെടുക്കുന്നു. അപ്പം നമുക്ക് യൂറോപ്യൻസിന് അതിൽ കൂടി പോകാൻ പറ്റുമോ? ഇല്ല. അപ്പം എന്താണ് അവർ പുതിയ പുതിയ വഴികൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. നോക്കിയാൽ മക്കളെ, യൂറോപ്യൻസ് ഹാഡ് ട്രേഡ് റിലേഷൻ വിത്ത് അതർ പാർട്സ് ഓഫ് ദി വേൾഡ് ഫ്രം ഏൻഷ്യൻ ടൈംസ്. അപ്പോൾ പ്രാചീന കാലം മുതൽ തന്നെ യൂറോപ്യൻസിന് എന്താണ് രാജ്യത്തിൻ്റെ മറ്റുള്ള ഭാഗങ്ങളുമായിട്ട് എന്താണ് ട്രേഡ് റിലേഷൻസ് ഉണ്ട്. അപ്പം യൂറോപ്യൻസിന് പഴയ കാലം മുതൽ, ഏൻഷ്യൻ ടൈംസ് മുതൽ അല്ലെങ്കിൽ പ്രാചീന കാലം മുതൽ തന്നെ ഈ ലോകത്തിൻ്റെ പല ഭാഗത്തുമായിട്ട് എന്തുണ്ട് ട്രേഡ് റിലേഷൻസ് ഉണ്ട്. അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഏഷ്യ എന്ത് ചെയ്യുന്നുണ്ട്, ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു കണക്ഷൻസ് ആണ് എന്ത് ചെയ്യുന്നത്, അവരെ പുതിയതായിട്ടുള്ള സീ റൂട്ട് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുന്നത് അവരെ സഹായിച്ചത്. നോക്കിക്കേ, ദീസ് കണക്ഷൻസ് ലെഡ് ബൈ ദ ഡിസ്കവറി ഓഫ് ഈസ്റ്റ്വേർഡ് സീ റൂട്ട് ഫ്രം യൂറോപ്പ് ബൈ ദി എൻഡ് ഓഫ് ദി 15th century. 15ാം നൂറ്റാണ്ടിൻ്റെ അവസാനമായപ്പോഴത്തേക്ക് ഈസ്റ്റ് വേർഡിലേക്ക് ഒരു സീ റൂട്ട്, പുതിയതായിട്ടുള്ളൊരു സീ റൂട്ട് ആര് കണ്ടുപിടിക്കുന്നു? യൂറോപ്യൻസ് കണ്ടുപിടിക്കുന്നു. ഓക്കെ, ഇനി ദ മെയിൻ റീസൺസ് ഫോർ ദിസ്, ഇങ്ങനെ ഒരു സീ റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവരെ പ്രേരിപ്പിച്ച കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് തന്നെ എക്സാമിന് ചോദിക്കാം. ഒരു ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പം മിസ് ഒന്നുകൂടി പറയാം, ഏൻഷ്യൻ്റ് കാലം മുതലേ തന്നെ എന്താണ് ആരുമായിട്ട് ട്രേഡ് റിലേഷൻസ് ഉണ്ട്? യൂറോപ്യൻസ് മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് ട്രേഡ് റിലേഷൻസ് ഉണ്ട്. ഏഷ്യ അതിനകത്ത് ഉൾപ്പെടുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് അവർക്ക് പുതിയൊരു സീ റൂട്ട് കണ്ടുപിടിക്കുന്ന കാര്യം എന്ന് പറയുന്നത് വളരെയധികം എളുപ്പപരമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ എന്തൊക്കെ റീസൺസ് കൊണ്ടാണ് ഇവരിത് കണ്ടുപിടിച്ചതെന്ന് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം.
ടെക്നോളജിക്കൽ അഡ്വാൻസസ് ഇൻ യൂറോപ്യൻ ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് സെയിലിംഗ്. ഇവർക്ക് എന്താണ് കപ്പൽ നിർമ്മാണത്തിലും കപ്പൽ യാത്രയിലും, സെയിലിംഗ് എന്ന് വെച്ചാൽ യാത്രയാണ്, അപ്പോൾ കപ്പൽ നിർമ്മാണത്തിലും കപ്പൽ യാത്രയിലും എന്താണ് നല്ല ടെക്നോളജിക്കൽ അഡ്വാൻസസ് ഉണ്ട്, ശാസ്ത്രീയപരമായിട്ടുള്ള സാങ്കേതിക പുരോഗതികൾ എന്നുണ്ട് ഇവർക്കുണ്ട്. അപ്പോൾ ടെക്നോളജിക്കൽ അഡ്വാൻസസ് ഇൻ യൂറോപ്യൻ ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് സെയിലിംഗ് എന്തിലൊക്കെയാണ് ഒന്ന് പറഞ്ഞു നോക്കിക്കേ. കപ്പൽ നിർമ്മാണത്തിലും കപ്പൽ യാത്രയിലും എന്തുണ്ട് ഇവർക്ക് ടെക്നോളജിക്കൽ അഡ്വാൻസസ് ഉണ്ട്. അതിനെക്കുറിച്ചുള്ള സാങ്കേതിക വിദ്യകൾ ആർക്കറിയാം? യൂറോപ്യൻസിന് അറിയാം. ഇനി ഗ്രോത്ത് ഇൻ നോളജ് അബൌട്ട് ജോഗ്രഫി, ഭൂമിശാസ്ത്രപരമായിട്ടുള്ള നോളജ് ആർക്കുണ്ട്? യൂറോപ്യൻസിനുണ്ട്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഷിപ്പ് ബിൽഡിങ്ങും സെയിലിംഗിലും എന്ത് അഡ്വാൻസസ് ആണ്? ടെക്നോളജിക്കൽ അഡ്വാൻസസ് ഉണ്ട്. പിന്നെ എന്തിനെക്കുറിച്ചുള്ള വിവരം? ജോഗ്രഫിയെക്കുറിച്ചുള്ള വിവരം. അഡ്വാൻസസ് മെയ്ഡ് ഇൻ കോമ്പസ് ആൻഡ് മാപ്പ് മേക്കിംഗ്, കോമ്പസും മാപ്പ് മേക്കിങ്ങും ഒക്കെ എന്താണ് ഇവർക്ക് നന്നായിട്ട് അറിയാം. പിന്നെ നോക്കിക്കേ ഫോർത്ത് പോയിന്റ്, ട്രാവൽ റൈറ്റിംഗ്സ് ബൈ ദി വോയേജേഴ്സ് പ്രൊവൈഡഡ് നോളജ് എബൌട്ട് ദി ന്യൂ ടെറിട്ടറീസ് ആൻഡ് ദിയർ വെൽത്ത്. പിന്നെ വോയേജേഴ്സിൻ്റെ ട്രാവൽ റൈറ്റിംഗ്സിലൂടെയൊക്കെ എന്താണ്, വോയേജേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്, യാത്രക്കാരുടെ അല്ലെങ്കിൽ സഞ്ചാരികളുടെ യാത്രാ വിവരണങ്ങളിലൂടെ എന്താണ് ഇവർക്ക് പുതിയ പുതിയ ദേശത്തെക്കുറിച്ചും എന്താണ് സമ്പത്തിനെക്കുറിച്ചും ഒക്കെ എന്താണ് അറിവ് ലഭിക്കുന്നു. ദ കൊമേഴ്ഷ്യൽ മാർക്കറ്റ് ഓഫ് ദി ഏഷ്യൻ പ്രൊഡക്ട്സ് ലൈക്ക് പെപ്പർ ഇൻ യൂറോപ്പ്. യൂറോപ്പിൽ കുരുമുളക് അടക്കമുള്ള ഏഷ്യൻ ഉൽപ്പന്നങ്ങൾക്കുണ്ടായിരുന്ന കച്ചവട സാധ്യതയെക്കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട് ഇവർക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഏഷ്യൻ പ്രൊഡക്ട്സ് ആയിട്ടുള്ള പെപ്പറിനെ കുറിച്ച് എന്താണ് ഇവർക്ക് ഒരു അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ത് ചെയ്യുന്നുണ്ട് യൂറോപ്യൻസിന് മനസ്സിലാവുന്നുണ്ട്. ദ കോൺക്വസ്റ്റ് ഓഫ് കോൺസ്റ്റന്റബിൾ ബൈ ദി തർക്സ്. അപ്പോൾ എന്താണ് ഇവർക്ക്, ഞാൻ പറഞ്ഞില്ലേ കോൺസ്റ്റന്റബിളിലേക്ക് പിന്നെ എന്താണ് ഇവർക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല. ആര് പിടിച്ചെടുത്തു? ഇത് തേർക്സ് പിടിച്ചെടുക്കുക. അപ്പോൾ അത് പുതിയ റൂട്ട് കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ. സോ എന്ത് ചെയ്തു? അവർ പുതിയ റൂട്ട് കണ്ടുപിടിച്ചു. നോക്സേ ഇനി ഇങ്ങോട്ട് നമ്മുടെ വാസ്കോ ഡ ഗാമ, ഇത് നമ്മൾ ചെറിയ ക്ലാസ് മുതലേ കേൾക്കുന്നതാണ്. നമ്മുടെ എന്താണ് ഇന്ത്യയിലെത്തിയ ആദ്യത്തെ പോർച്ചുഗീസുകാരൻ എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ ആരുടെ പേരാണ് മക്കളെ പറയുന്നത്? വാസ്കോ ഡ ഗാമയുടെ പേരാണ് പറയുന്നത്. ഫസ്റ്റ് ദ പോർച്ചുഗീസ് വെ ദ ഫസ്റ്റ് യൂറോപ്യൻസ് ടു റീച്ച് ഇന്ത്യ ബേസ്. കടൽ മാർഗം ഇന്ത്യയിലേക്ക് വന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തി ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയുന്നത്? പോർച്ചുഗീസ് ആണ്. ദ പോർച്ചുഗീസ് വെ ദ ഫസ്റ്റ് യൂറോപ്യൻസ്, ഫസ്റ്റ് ആയിട്ട് വന്ന യൂറോപ്യൻസ് ഏതാണ്? പോർച്ചുഗീസ് ആണ്. അപ്പോൾ പോർച്ചുഗലിൽ നിന്നുള്ള ആരാണ്? വാസ്കോ ഡ ഗാമയാണ് എന്ത് ചെയ്യുന്നത്? വരുന്നത്. ഓക്കെ, ഇനി വാസ്കോ ഡ ഗാമ വന്നതിന് ശേഷമുള്ള കാര്യങ്ങളാണ് നമുക്ക് നോക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം വന്നു എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഇദ്ദേഹം എന്തിലാണ് വന്നത്? ഷിപ്പിലായിരിക്കും വന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ അദ്ദേഹം വന്ന ഷിപ്പിൻ്റെ പേര്, 3 ഷിപ്പിൻ്റെ പേര് ഇത് പഠിച്ചു വെച്ചിരിക്കാം, വൺ വേർഡ് ആയിട്ട് ചോദിക്കാം. സാവോ ഗബ്രിയൽ, സാവോ റാഫേൽ ആൻഡ് ബേറിയോ. എന്തൊക്കെയാണ് ഒന്നുകൂടി പറഞ്ഞേ? സാവോ ഗബ്രിയൽ, സാവോ റാഫേൽ ആൻഡ് ബേറിയോ. ഇനി ഇദ്ദേഹം എന്ത് ചെയ്തു? ഇന്ത്യയിൽ വന്നു. വോയേജസ് ഓഫ് ദി പോർച്ചുഗീസ് ടു ഇന്ത്യ. ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷമുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. In 1498 വാസ്കോ ഡ ഗാമ റീച്ച്ഡ് കാപ്പാട് നിയർ കോഴിക്കോടിനടുത്തുള്ള കാപ്പാടിലാണ് ആദ്യം ആര് വരുന്നത്? വാസ്കോ ഡ ഗാമ വരുന്നത്. മക്കളെ വർഷം ഇമ്പോർട്ടാണ്. 1498 ആര് വരുന്നത്? വാസ്കോ ഡ ഗാമ വരുന്നത്. ഹിസ് അറൈവൽ പേവ്ഡ് ദി വേ ഫോർ ദി യൂറോപ്യൻ ഡോമിനൻസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ യൂറോപ്യൻ ഡോമിനൻസിന് വേണ്ടിയിട്ടുള്ള വഴിയൊരുക്കിയത് ആരുടെ വരവോട് കൂടിയായിരുന്നു? വാസ്കോ ഡ ഗാമയുടെ വരവോട് കൂടിയായിരുന്നു. അപ്പോൾ യൂറോപ്യൻ ഡോമിനൻസിന് വഴിയൊരുക്കിയത് ആരുടെ വരവാണ്? നമ്മുടെ സ്വന്തം വാസ്കോ ഡ ഗാമയുടെ വരവാണ്. അറ്റ് ദാറ്റ് ടൈം അദ്ദേഹം ഇവിടെ വന്നു എന്ന് പറഞ്ഞു. അപ്പം ഈ ഒരു സമയത്ത് കോഴിക്കോട് ഭരിച്ചിരുന്നത് ആരാണ്? സാമറോയിൻ ഡൈനാസ്റ്റിയാണത്. കോഴിക്കോട് വാസ് റൂൾഡ് ബൈ വിച്ച് ഡൈനാസ്റ്റി? സാമറോയിൻ ഡൈനാസ്റ്റി ആയിരുന്നു. ദ അറബ് കൺട്രോൾ ദി ഫോറിൻ ട്രേഡ് വിത്ത് കോഴിക്കോടുമായിട്ടുള്ള അന്നുള്ള വ്യാപാര ബന്ധം കൺട്രോൾ ചെയ്തിരുന്നത് ആരാണ്? അത് അറബുകാരായിരുന്നു. അറബ്സ് ആയിരുന്നു എന്ത് ചെയ്യുന്നത്? കൺട്രോൾ ചെയ്തിരുന്നത്. ദ സാമറോയിൻ ഡിഡ് നോട്ട് അക്സെപ്റ്റ് ദ ഡിമാൻഡ് ഓഫ് പോർച്ചുഗീസ് ടു എക്സ്പെൽ ദ അറബ്സ് ആൻഡ് ഗ്രാൻഡ് ദം ദി എക്സ്ക്ലൂസീവ് ട്രേഡിംഗ് റൈറ്റ്സ്. അപ്പം മക്കളെ നോക്കിക്കേ, ഇവരിവിടെ വന്നു. എവിടെ വന്നേ? കോഴിക്കോടാണ് വന്നത്. കോഴിക്കോട് ആ സമയത്ത് ആരാ അവിടെ ഭരിച്ചിരുന്നത്? സാമറോയിൻസ് ആയിരുന്നു ഭരിച്ചിരുന്നത്. ഈ സമയത്ത് അവിടുത്തെ വ്യാപാര ബന്ധം നടത്തിയിരുന്നത് ആരാണ്? നമ്മുടെ അറബികളായിരുന്നു. അപ്പോൾ ഈ സാമറോയിൻസിൻ്റെ അടുത്ത് ഈ പോർച്ചുഗീസുകാർ ചെന്നിട്ട് പറയണം, നിങ്ങൾ ഈ അറബുകാരെ എടുത്ത് പുറത്ത് കളയണം, എന്നിട്ട് നിങ്ങളുടെ എന്ത് റൈറ്റ്സ് ഞങ്ങൾക്ക് തരണം, എക്സ്ക്ലൂസീവ് ട്രേഡിംഗ് റൈറ്റ്സ് ഞങ്ങൾക്ക് തരണമെന്ന് അവകാശപ്പെട്ടു. പക്ഷേ എന്ത് ചെയ്തില്ല? നമ്മുടെ സാമറോയിൻ സമ്മതിച്ചോ? നമ്മുടെ സാമറോയിൻ എന്തില്ല? ഇതിനോട് താല്പര്യം കാണിച്ചില്ല. അപ്പോൾ പൊക്കോ എന്ന് പറഞ്ഞു, വന്ന വഴി വിട്ടോളാൻ പറഞ്ഞു അല്ലേ. Following this, Vasco da Gama obtained permission for trade from then കോലോത്തിരി കിങ് ഓഫ് കണ്ണൂർ. അപ്പോൾ എന്ത് ചെയ്യണം? ഇദ്ദേഹം കണ്ണൂരിലേക്ക് വെച്ച് പിടിക്കുകയാണ്. അവിടെ പോയിട്ട് എന്ത് ചെയ്യണം? വ്യാപാര ബന്ധത്തിൻ്റെ അനുമതി ആര് എടുത്തു? വാസ്കോ ഡ ഗാമ എടുക്കുക. ദെൻ ഹി റിട്ടേൺ ടു പോർച്ചുഗൽ ആഫ്റ്റർ കളക്ടിങ് പ്രൊഡക്ട്സ് ഇൻക്ലൂഡിംഗ് പെപ്പർ. അതിനുശേഷം ഇദ്ദേഹം ഇങ്ങോട്ട് പോയി? പോർച്ചുഗൽസിലേക്ക് തിരിച്ചു പോയി. ഇവിടുന്ന് കുറേ പെപ്പറൊക്കെ ആയിട്ട് എങ്ങോട്ടാണ് തിരിച്ചു പോയത്? പോർച്ചുഗീസിലേക്ക് തിരിച്ചു പോയി. അദ്ദേഹം ഇത് അവിടെ കൊണ്ടു ചെന്നപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായ എന്താണ്? ഇതിൽ നിന്ന് അദ്ദേഹത്തിന് എന്താണ് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നുവെന്ന് എന്ത് ചെയ്തു? മനസ്സിലായി. വാസ്കോ ഡ ഗാമ റിട്ടേൺ ഹോം വിത്ത് ഗുഡ്സ് വർത്ത് 60 times മോർ ദാൻ ദി കോസ്റ്റ് ഓഫ് ഹിസ് ജേർണി. അദ്ദേഹത്തിൻ്റെ ജേർണിയും കാട്ടി ഏറ്റവും കൂടുതൽ മൂല്യമുള്ള സാധനവുമായിട്ടാണ് അദ്ദേഹം പോയതെന്ന് എന്ത് ചെയ്തു? അദ്ദേഹത്തിന് പിന്നീട് മനസ്സിലായി.
The profit generated in this journey encouraged the Portuguese to make similar commercial trips to India. അപ്പം ഈ ഒരു ഇവിടുന്ന് പോയപ്പോൾ എന്താണ് ഒരുപാട് പ്രോഫിറ്റ്സ് ഒക്കെ ഇവർക്ക് കിട്ടിയിരുന്നു. അപ്പോൾ എന്താണ് പിന്നീടും ഇന്ത്യയിലേക്ക് വരാനുള്ള ഒരു കാരണമായിട്ട് എന്ത് ചെയ്തു, ഈ ഒരു പ്രോഫിറ്റിനെ അവർ കണക്കാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. പക്ഷേ എന്ത് ചെയ്യില്ല, ഈ സമയത്ത് നമ്മുടെ സാമറോയിൻസ് എന്ത് ചെയ്തില്ല മക്കളെ, നമ്മുടെ ഈ ഒരു ട്രേഡിൻ്റെ മൊണോപ്പൊളി എന്ത് ചെയ്തില്ല, കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ദിസ് ലെഡ് ടു ദി കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ദി സാമറോയിൻസ് ആൻഡ് ദി പോർച്ചുഗീസ്. അപ്പോൾ എന്താണ് ഇത് കോൺഫ്ലിക്റ്റ്, ഇത് ഇവർ സാമറോയിൻസും പോർച്ചുഗീസും തമ്മിൽ എന്ത് ചെയ്തു, പ്രശ്നമായി. അപ്പോൾ നമ്മുടെ പ്രശ്നമായപ്പോൾ നമ്മൾ സാമറോയിൻസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ആരെങ്കിലും വേണ്ടേ. അപ്പോൾ നമ്മൾ സാമറോയിൻസിനെ പ്രൊട്ടക്ട് ചെയ്ത, കോഴിക്കോടത്ത് ഭരിച്ചിരുന്ന സാമറോയിൻസിനെ പ്രൊട്ടക്ട് ചെയ്ത ആൾക്കാരുടെ പേരാണ് എന്ത്, മരക്കാസ്. ആരാണ്? മരക്കാസ്. പോർച്ചുഗീസ് ഹാസ് ടു ഫേസ് സ്റ്റിഫ് റെസിസ്റ്റൻസ് ഫ്രം ദി കുഞ്ഞാലി മരക്കാസ് ഹു വേ ദി നേവൽ ചീഫ്സ് ഓഫ് സാമറോയിൻസ്. നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടോ? മോഹൻലാലിൻ്റെ ഒരു ഫിലിമുണ്ട്, അതിൽ അദ്ദേഹം ഈ കുഞ്ഞാലി മരക്കാർ നാലാമനായിട്ടാണ് അഭിനയിക്കുന്നത്. ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ കുഞ്ഞാലി മരക്കാരായിരുന്നു ആരെ സഹായിച്ചുകൊണ്ടിരുന്നത്? നമ്മുടെ സാമറോയിൻസിനെ സഹായിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് എന്ത് ചെയ്തു, കുഞ്ഞാലി മരക്കാർ എന്ത് ചെയ്തു, മരണപ്പെടുന്നുണ്ട്. നമ്മുടെ ഗോവയിൽ വെച്ചിട്ട് കുഞ്ഞാലി മരക്കാർ ഫോറിനെ എന്ത് ചെയ്യുന്നുണ്ട്, കുഞ്ഞാലി മരക്കാർ ഫോറിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പോർച്ചുഗീസുകാരെ കെട്ടിത്തൂക്കി കൊല്ലുന്നൊക്കെയുണ്ട്. ഓക്കെ, അപ്പോൾ കുഞ്ഞാലി മരക്കാർ ആരാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കുഞ്ഞാലി മരക്കാസ് പ്രൊട്ടക്ട് ദി സാമറോയിൻസ് ആൻഡ് വെസ്റ്റേൺ കോസ്റ്റ് ഫ്രം ദി അറ്റാക്സ് ഓഫ് ദി പോർച്ചുഗീസ്. പോർച്ചുഗീസിന്റെ അറ്റാക്കിൽ നിന്ന് വെസ്റ്റേൺ കോസ്റ്റിനെയും അതോടൊപ്പം തന്നെ സാമറോയിൻസിനെ പ്രൊട്ടക്ട് ചെയ്തത് ആരായിരുന്നു? അത് കുഞ്ഞാലി മരക്കാരായിരുന്നു. കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്ന ഒരു ഡെസിഗ്നേഷൻ ആണ്, നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്ന ഡെസിഗ്നേഷൻ ആയിരുന്നു ഇന്ത്യത് കുഞ്ഞാലി മരക്കാർ. എത്ര കുഞ്ഞാലി മരക്കാസ് ഉണ്ടായിരുന്നു? 4 എത്ര ആൾക്കാരാണെന്ന്? 4 ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. കുഞ്ഞാലി 3 ഡിഫീറ്റഡ് ദി പോർച്ചുഗീസ് ആൻഡ് ക്യാപ്ചേർഡ് ദി ഫോർട്ട് വില്യം. ഇതെന്താണ്, ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ എന്ത് ചെയ്യാൻ മക്കളെ, ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഏതാണ്? കുഞ്ഞാലി മൂന്നാണ് ഏത് ഫോർട്ട് പിടിച്ചെടുത്തത്? ചാലിയം ഫോർട്ട്. ഏത് ഫോർട്ടാണ്? ചാലിയം. കുഞ്ഞാലി 3rd ആണ് ഏത് ഫോർട്ടാണ് പിടിച്ചെടുത്തത്? ചാലിയം ഫോർട്ട്. ആരെ ഡിഫീറ്റ് ചെയ്തു? പോർച്ചുഗീസുകാരെ ഡിഫീറ്റ് ചെയ്തുകൊണ്ട് ചാലിയം ഫോർട്ട് പിടിച്ചെടുത്തത് ആരാണെന്ന് ചോദിച്ചാൽ കുഞ്ഞാലി 3rd ആണ്. കുഞ്ഞാലി 4th വാസ് എക്സിക്യൂട്ടഡ് ബൈ ദി പോർച്ചുഗീസ് ഇൻ ഗോവ. മിസ് പറഞ്ഞില്ലേ, ഗോവയിൽ വെച്ചിട്ട് എന്ത് ചെയ്തു, കുഞ്ഞാലി 4നെ എന്ത് ചെയ്തു, കൊന്നുകളയാണ് ചെയ്തത്. വിത്ത് ദി ഫോൾ ഓഫ് ദി കുഞ്ഞാലീസ് ദി ഡിക്ലൈൻസ് ഓഫ് ദി സാമറോയിൻസ് ബിഗിൻസ്. എന്നാണ് ഇവരെന്ത് ചെയ്തു, കുഞ്ഞാലീസ് ഇല്ലാതായതോടുകൂടി എന്താണ് സാമറോയിൻസിന്റെ എന്താണ് പതനം സ്റ്റാർട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. ഇനി നോക്കിക്കാം മക്കളെ, ഇവിടെ കുറച്ച് കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. ഈ പോർച്ചുഗീസിന്റെ ഇൻഫ്ലുവൻസ് കാരണം നമ്മുടെ ഇവിടെ വന്ന കുറച്ച് കോൺട്രിബ്യൂഷൻസ് ആണ് ഇതിനകത്തുള്ളത്. അപ്പം നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ പറയാം? ചെയർ, വിൻഡോ, പെന്ന്, ടേബിള്, ഇതൊക്കെ എന്ത് ചെയ്യാം പറയാം. ഇതൊക്കെ എന്താണ് ഇവരുടെ കോൺട്രിബ്യൂഷൻ കാരണം നമുക്ക് കിട്ടിയേക്കായിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, The contact between India and Portuguese resulted in Malayalam receiving these words from Portuguese language. അപ്പോൾ നമ്മൾ ഇവരുമായിട്ടുള്ള ഈ പോർച്ചുഗീസുമാരുള്ള ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു കോണ്ടാക്ട് കാരണം നമ്മുടെ മലയാളികൾക്ക് ലഭിച്ചിട്ടുള്ള അല്ലെങ്കിൽ മലയാളം ലാംഗ്വേജിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള കുറച്ച് പോർച്ചുഗീസ് ആയിട്ടുള്ള തിങ്സിൻ്റെ പേരാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ നമുക്ക് പറയുന്നത്. അപ്പോൾ കാഷ്യൂ ട്രീ എന്നൊക്കെ പറയുന്നത് എന്താണ്? പോർച്ചുഗീസ് ലാംഗ്വേജിൽ നിന്ന് വന്നതാണ്. എന്താണ് കാഷ്യൂ ട്രീ, പറങ്കിമാവ്, പപ്പായ, ഗുവ ആൻഡ് പൈനാപ്പിൾ വെയർ ഇൻട്രൊഡ്യൂസ്ഡ്. അതായത് ഇത് മലയാളത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഏത് ലാംഗ്വേജിൽ നിന്നാണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറയണം? പോർച്ചുഗീസ് ലാംഗ്വേജിൽ നിന്നാണ് പറയണം. നെക്സ്റ്റ് ഇതൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഫസ്റ്റ് യൂറോപ്യൻ ഫോർട്ട് ഇൻ ഇന്ത്യ. ഫോർട്ട് മാനുവൽ വാസ് എസ്റ്റാബ്ലിഷ് ഇൻ കൊച്ചി. ഫസ്റ്റ് യൂറോപ്യൻ ഫോർട്ട് ഇൻ ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ ഫോർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഫോർട്ട് മാനുവൽ ആണ്. എവിടെയാണ് ഫോർട്ട് മാനുവൽ കാണപ്പെടുന്നത്? കൊച്ചിയിലാണ്. ആരാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? പോർച്ചുഗീസുകാരാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ദ റീജിയൻസ് ഓഫ് കൊച്ചി, ഗോവ, ദാമൻ ആൻഡ് ദ്വീപ് കെയിം അണ്ടർ ദി കൺട്രോൾ ഓഫ് പോർച്ചുഗീസ്. പോർച്ചുഗീസിന്റെ കൺട്രോളിലായിട്ടുള്ള പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? 1 വേർഡിനും ഇതും ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഗോവ, ദാമൻ ആൻഡ് ദ്വീപ്. ഏതൊക്കെയാണ്? കൊച്ചി, ഗോവ, ദാമൻ ആൻഡ് ദ്വീപ്. പിന്നെ ഇവിടെ എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തു? പ്രിന്റിംഗ് ടെക്നോളജി വാസ് ഇൻട്രൊഡ്യൂസ്ഡ്. അപ്പം എന്താണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ എന്താണ് മക്കളെ? ഇൻഫ്ലുവൻസ് ഓഫ് പോർച്ചുഗീസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ പോർച്ചുഗീസുകാർ വന്നതിന് ഉള്ള സ്വാധീനങ്ങൾ, അതായത് ഇവരിവിടെ വന്നതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ് മാത്രമല്ല, നമുക്ക് എന്താണ് കുറേ പോസിറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്റ്റുകളും ഉണ്ട്. കുറേ എന്താണ് കൾച്ചറൽ പരമായിട്ടും പൊളിറ്റിക്കൽ പരമായിട്ടും ഒക്കെ എന്താണ് നമുക്ക് ഒരുപാട് നല്ല നല്ല ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. ഇതാണ് ഫോർട്ട് മാനുവൽ എന്ന് പറയുന്നത്. ഇത് എവിടെയാണ്? കൊച്ചിയിലാണ് ഉള്ളത് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ എന്നാൽ പ്രിന്റിംഗ് ടെക്നോളജി വാസ് ഇൻട്രൊഡ്യൂസ്ഡ്. ആർട്ട് ഫോം സച്ച് ആസ് ചവിട്ട് നാടകം ആൻഡ് മാർഗംകളി വാസ് പോപ്പുലറൈസ്ഡ്. ചവിട്ട് നാടകം, മാർഗംകളിക്ക് പോപ്പുലറൈസ് ചെയ്തത് ആരാണ് മക്കളെ? ഇത് പോർച്ചുഗീസുകാരാണ് പോപ്പുലറൈസ് ചെയ്ത്. യൂറോപ്യൻ സ്റ്റൈൽ ഓഫ് കൺസ്ട്രക്ഷൻ വാസ് സ്റ്റാർട്ടഡ്. അതായത് ഇവിടെ ഒരു യൂറോപ്യൻ സ്റ്റൈൽ ഓഫ് കൺസ്ട്രക്ഷൻസ് കൊണ്ടുവന്നത്, അതായത് നമ്മൾ ഇന്ന് കാണുന്ന ഈ ഒരു കൺസ്ട്രക്ഷൻസ് ഒക്കെ ഇല്ലേ ഇവിടെ നമ്മളിപ്പോൾ എസ്തെറ്റിക് എന്നൊക്കെ പറയുന്നത്, അതൊക്കെ ഈ യൂറോപ്യൻ സ്റ്റൈൽ ഓഫ് കൺസ്ട്രക്ഷൻസിന് ഒരു സിമിലാരിറ്റി ഒക്കെ ഉള്ളതാണ് നമുക്ക് പറയാം.
ട്രെയിനിങ് വാസ് ഗിവൺ ഇൻ വാർ ടാക്ടിക്സ് ആൻഡ് യൂറോപ്യൻ വെപ്പൺസ്. അതായത് വാർ ടാക്ടിക്സ്, വാർ എങ്ങനെയൊക്കെ ആയിരിക്കണം, യൂറോപ്യൻസ് വെപ്പൺസ് ഒക്കെ എങ്ങനെ ഉപയോഗിക്കണം എന്നതിലൊക്കെ എന്ത് ചെയ്തു, ട്രെയിനിങ് കൊടുത്തു. ക്രിസ്ത്യൻ റിലീജിയസ് സെന്റേഴ്സ് ബേ സ്റ്റാർട്ട്, ക്രിസ്ത്യൻ റിലീജിയസ് സെന്റേഴ്സ് എന്ത് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തു. നോക്കിക്കേ, ഇനി ഇത്രയും നമ്മൾ തന്നത് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. പൊളിറ്റിക്കൽ ഫീൽഡ് ഏതാണ്, അഗ്രികൾച്ചർ ഫീൽഡ് ഏതാണ്, നോളജ് ഫീൽഡ് ഏതാണ്, കൾച്ചറൽ സെക്ടർ ഏതൊക്കെയാണെന്ന് ഇവിടെ എഴുതാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തൊക്കെ പറയാം അതിനകത്ത്? പൊളിറ്റിക്കൽ ഫീൽഡിൽ നമുക്ക് എന്ത് പറയാം? ഫോർട്ട് മാനുവലി ബിൽഡ് ചെയ്ത ആരും പറഞ്ഞൂടെ ഇവിടെ? എന്ത് ബിൽഡ് ചെയ്തു? ഫോർട്ട് മാനുവലി ബിൽഡ് ചെയ്തു. ഷോർട്ടായിട്ടാണ് എഴുതുന്നത്. ഫോർട്ട് മാനുവലി ബിൽഡ് ചെയ്തു. പിന്നെ ഏതൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റും? നമുക്ക് ഇതിൽ നിന്ന് തന്നെ പൊളിറ്റിക്കൽ ഫീൽഡ് ഇതാക്കുക, അതാ കുറച്ചുകൂടി എളുപ്പം. ഓക്കെ, ഇതേതാണ്? ഇത് പൊളിറ്റിക്കൽ ഫീൽഡ് വരുന്നതാണ്. ഇത് എന്താണ്? റീജിയൻസ് ഓഫ് ഗവൺമെന്റ് ആവുന്നത് ഇത് പൊളിറ്റിക്കൽ ഫീൽഡ് വരുന്നതാണ്. പിന്നെ ഏത് വരും? ഇതാണ് വാർ ടാക്ടിക്സ്. ഇത് പൊളിറ്റിക്കൽ ഫീൽഡിലല്ലേ മക്കളെ വരുന്നത്? ഓക്കെ, ഇത് പൊളിറ്റിക്കൽ ഫീൽഡിൽ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ് ഫീൽഡ് ഏതാ നമുക്ക് പറയുന്നത്? അഗ്രികൾച്ചർ അല്ലേ? അഗ്രികൾച്ചറിൽ ഏതൊക്കെയാ നോക്കിക്കേ. അഗ്രികൾച്ചറിൽ ഏതൊക്കെയായിരിക്കും വരുന്നത്? ഏതായിരിക്കും? നമ്മളിവിടെ പറഞ്ഞില്ലേ ഏതാ ഇൻഫ്ലുവൻസ് വരുന്നത്? കാഷ്യൂ, പപ്പായ, പൈനാപ്പിൾ ഇൻട്രൊഡ്യൂസ്ഡ്. ഇത് വരുന്ന ഏതിലാണ്? ഇത് അഗ്രികൾച്ചർ ഫീൽഡിലാണ് വരുന്നത്. ഓക്കെ, ഇനി നോളജ് സെക്ടർ. നോളജ് നമുക്ക് എന്തൊക്കെ നോളജാണ് അവർ പകർന്നു തന്നിട്ട് പോയത്? എന്തൊക്കെ നോളജാ? ഇതാണ്ടേ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ സെന്റേഴ്സ്, ക്രിസ്ത്യൻ റിലീജിയസ് എഡ്യൂക്കേഷൻ സെന്റേഴ്സ് എന്താണ്? നോളജ് സെക്ടറിൽ വരുന്ന കാര്യമാണ്. പിന്നെ എന്താണ്? യൂറോപ്യൻ സ്റ്റൈൽ എന്താണ്? നോളജ് സെക്ടറിൽ വരുന്നല്ലേ? ഓക്കെ, അത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാം, പറയാം. പിന്നെ നമുക്ക് വെസ്റ്റേൺ ഐഡിയാസ് ഒക്കെ ഇതിനകത്ത് പറയാം. ഓക്കെ, വെസ്റ്റേൺ ഐഡിയാസ്, പാശ്ചാത്യ ആശയങ്ങളൊക്കെ വന്നത് നോളജ് സെക്ടറിലാണെന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് കൾച്ചറൽ സെക്ടർ. കൾച്ചറൽ സെക്ടർ ഏതാ മക്കളെ? ഏതാ? ആർട്ട് ഫോംസ് സച്ച് ആസ് ചവിട്ട് നാടകം ആൻഡ് മാർഗം കളി. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമ്മൾ എന്താണ്, നമുക്ക് ഇതിൻ്റെ ഒരു ഓർഡർ പഠിക്കാം മക്കളെ. ഇവിടെ നമുക്കൊരു കോഡ് വെച്ചിട്ട് പഠിക്കാം. അതായത് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള യൂറോപ്യൻ ശക്തികൾ ആരാന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം? പോഡ ബി ഫ്രൈ എന്ന് പറയണം. ഓക്കെ ഓക്കെ, പോ വെച്ചിട്ട് എന്താണ്? പോർച്ചുഗീസ്. ഓക്കെ, ഡാ വെച്ചിട്ട് ആരാണ്? ഡച്ച്. ഓക്കെ, ബി വെച്ചിട്ട് ആരാണ്? ബ്രിട്ടീഷ്. എഫ് വെച്ചിട്ട് ഫ്രഞ്ച്. ഇതിനകത്ത് ഫ്രഞ്ചുകാരാണ് മക്കളെ നമ്മുടെ ഇന്ത്യ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചിരുന്ന ആൾക്കാർ ആരാണെന്ന് വെച്ചാൽ ഫ്രഞ്ചുകാരാണ്. ഇവർ ഫസ്റ്റ് വന്നത്, ലാസ്റ്റ് പോയതും ആര് തന്നെയാണ്? പോർച്ചുഗീസുകാരാണ്. ഓക്കെ, അപ്പോൾ പോഡ ബീഫ് ഫ്രൈ എന്നുള്ളത് എന്ത് ചെയ്യുക? ഒരു കോഡായിട്ട് എന്ത് ചെയ്യുക? ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഫസ്റ്റ് വന്ന ആരാണ്? പോർച്ചുഗീസ്. സെക്കൻഡ് വന്ന ആരാണ്? ഡച്ച്. തേർഡ് വന്ന ബ്രിട്ടീഷ്. ആൻഡ് ഫോർത്ത് വന്നത് ആരാണ്? ഫ്രഞ്ച് ആണ്. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ സെക്കൻഡ് പഠിക്കാൻ വന്ന ആരാണ്? ഡാ ഫോർ ഡച്ച്. ഓക്കെ, ദ യൂറോപ്യൻസ് ഹു കെയിം ടു ഇന്ത്യ ആഫ്റ്റർ ദി പോർച്ചുഗീസ് ഫ്രം ഹോളണ്ട്, നെതർലൻഡ്സ്. ഇവർ വരുന്ന എന്താണ്? പോർച്ചുഗീസിന് ശേഷം ഇന്ത്യയിലേക്ക് വരുന്ന യൂറോപ്യൻസ് ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഫസ്റ്റ് പേര് പറയുന്നത് ഡച്ചുകാരാണ്. പോർച്ചുഗീസിന് ശേഷം ഇന്ത്യയിലേക്ക് വരുന്ന യൂറോപ്യൻസ് ആരാണ്? ഡച്ചുകാരാണ്. ഇവർ എവിടെ നിന്നാണ് വരുന്നത്? ഹോളണ്ട്, നെതർലൻഡ്സ്. ഹോളണ്ടിൽ നിന്നാണ് ഡച്ചുകാർ വരുന്നത്. അതുകൊണ്ടാണ് ദേ വെർ ഓൾസോ നോൺ ആസ് ഡച്ച് എന്ന് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഇനി ദ ഡച്ച്, ഇനി വാട്ട് ആർ ദി സെന്റേഴ്സ്, അല്ലെങ്കിൽ വിച്ച് ആർ ദി സെന്റേഴ്സ് ഓഫ് ഡച്ച് ഇൻ ഇന്ത്യ? ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിത് പറയണം. ഏതൊക്കെയാണ്? നാഗപട്ടണം, ബറൂച്ച്, അഹമ്മദാബാദ് ആൻഡ് ചിൻസുര വേ ദി മേജർ ട്രേഡിംഗ് സെന്റേഴ്സ് ഓഫ് ഡച്ച് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഡച്ച് സെന്റേഴ്സ് ഏതൊക്കെയാണ്? ട്രേഡിംഗ് സെന്റേഴ്സ്, വ്യാപാര കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നാഗപട്ടണം, ബറൂച്ച്, അഹമ്മദാബാദ് ആൻഡ് ചിൻസുര ആണെന്ന് എന്ത് ചെയ്യാൻ പറയണം. ഇവരെന്ത് ചെയ്തു? The Dutch defeated the Portuguese in the competition for the monopoly in trade. എന്താണ്? ഡച്ചുകാർ എന്ത് ചെയ്തു? പോർച്ചുഗീസുകാരെ എന്താണ്? ട്രേഡിലെ മൊണോപ്പൊളി, കുത്തകയിൽ എന്ത് ചെയ്തു? അവരെ പരാജയപ്പെടുത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ മക്കളെ ഇത്രയേ ഉള്ളൂ. ഡച്ചുകാരാണെന്ന് പറയുന്നത് പോർച്ചുഗീസിന് ശേഷം ഇന്ത്യയിലേക്ക് വന്ന ആൾക്കാരാണ്. ഇവരുടെ പ്രധാനപ്പെട്ട ട്രേഡിംഗ് സെന്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. ഇവരുടെ പ്രധാനപ്പെട്ട മേജർ ട്രേഡിംഗ് സെന്റേഴ്സ് നാഗപട്ടണം, ബറൂച്ച്, അഹമ്മദാബാദ് ആൻഡ് ചിൻസുര. ഇവരാര് ഡിഫീറ്റ് ചെയ്ത്? പോർച്ചുഗീസിൽ ട്രേഡിലുള്ള അവരുടെ മൊണോപ്പൊളി ഡിഫീറ്റ് ചെയ്തുകൊണ്ട് ആര് മുന്നിലെത്തി? ഡച്ചുകാർ മുന്നിലെത്തി. നെക്സ്റ്റ് ദ ബാറ്റിൽ ഓഫ് കൊളച്ചിൽ. അത് ഈ ബാറ്റിൽ ഓഫ് കൊളച്ചിൽ ആരൊക്കെ തമ്മിലാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് സൈഡിലേക്ക് എഴുതിയിടുക. ആരൊക്കെയാണ്? മാർത്താണ്ഡവർമ്മ,
ഇൻറ്റു ആരാണ് മക്കളെ? ഡച്ച്. നമുക്ക് ഷോർട്ട് പോയിന്റ് ആയിട്ട് എക്സാമിനൊക്കെ ഇത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊരു മാർക്സൊക്കെ കിട്ടാൻ കുറച്ചുകൂടി എളുപ്പമാവും കേട്ടോ. ഇതിൻ്റെ വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1741 ഈ വർഷം പഠിക്കണം കേട്ടോ. ഈ വർഷത്തെ എഴുതുന്നവർക്കൊക്കെ നല്ല മാർക്ക് കിട്ടും. ഈ 1741 മാർത്താണ്ഡവർമ്മ ഹൂൾ റൂൾഡ് ട്രാവൻകൂർ ഭരിച്ചിരുന്ന ഭരണാധികാരിയായിരുന്നു മാർത്താണ്ഡവർമ്മ. ക്ലാഷ്ഡ് വിത്ത് ദി ഡച്ച് അറ്റ് കൊളച്ചിൽ നിയർ കന്യാകുമാരി. കന്യാകുമാരിയിലെ കൊളച്ചിൽ വെച്ച് ഡച്ചുകാരുമായിട്ട് ഏറ്റുമുട്ടിയ ഇതുമായി ബന്ധപ്പെട്ടതാണ് എന്ത്? ബാറ്റിൽ ഓഫ് കുളച്ചിൽ. ബാറ്റിൽ ഓഫ് കുളച്ചിൽ ആരൊക്കെ തമ്മിലായിരുന്നു? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാർ തമ്മിലായിരുന്നു. ഇത് സ്ഥലം എവിടെയാണ്? കൊളച്ചിൽ നിയർ കന്യാകുമാരി കൊളച്ചിലായിരുന്നു. വിത്ത് ദിസ് ഡിഫീറ്റ് ഇൻ ദിസ് വാർ എന്താണ്? ദ ഡച്ച് ഹാസ് ലോസ്റ്റ് ദെയർ സുപ്രീമസി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഡച്ചുകാരുടെ സുപ്രീമസി അവസാനിച്ച ഏത് യുദ്ധത്തിലൂടെയാണ് അല്ലെങ്കിൽ ഏത് ബാറ്റിലൂടെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഏത് പറയാം? ബാറ്റിൽ ഓഫ് കുളച്ചിൽ പറയാം. ഓക്കെ, മിസ് ഇത് ഒന്നും കൂടെ പറയാം. ബാറ്റിൽ ഓഫ് കുളച്ചിൽ എന്ന് പറയുന്നത് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാർ തമ്മിലായിരുന്നു. ഈ ബാറ്റിൽ ഓഫ് കുളച്ചിൽ എവിടെയാണ് മക്കളെ നടന്നത്? എവിടെയാണ് നടന്നത് നോക്കിക്കേ? കൊളച്ചിൽ നിയർ കന്യാകുമാരിയിലെ കൊളച്ചിൽ വെച്ചിട്ടായിരുന്നു. ഈ ഒരു വാറിൽ ആർക്ക് അവരുടെ സുപ്രമസി നഷ്ടപ്പെട്ടു? ആർക്ക് അവരുടെ ഇത് നഷ്ടപ്പെട്ടു? ഡച്ചുകാർക്ക് ഇന്ത്യയിലുള്ള എല്ലാ സുപ്രമസിയും നഷ്ടപ്പെട്ടു. ഓക്കെ, ദിസ് വാസ് ദി ഫസ്റ്റ് ബാറ്റിൽ ഇൻ വിച്ച് യൂറോപ്യൻ ലോസ്റ്റ് ടു ആൻ ഇന്ത്യൻ റൂളർ. ഒരു ഇന്ത്യൻ റൂളറുമായിട്ട് ഒരു യൂറോപ്യൻ ശക്തി പരാജയപ്പെടുന്ന ആദ്യത്തെ യുദ്ധമാണ് ഇത്, ദ ബാറ്റിൽ ഓഫ് കൊളച്ചിൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇനി ഡച്ചുകാരുടെ കോൺട്രിബ്യൂഷൻ ആണ് ഇത് ഹോർത്തൂലിക്സ് മലബാറിക്കസ് എന്ന്. ഹോർത്തൂസ് മലബാറിക്കസ് എന്താണ്? ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറഞ്ഞേ. ഹോർത്തൂസ് മലബാറിക്കസ് ദ ഗ്രേറ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് റിലേഷൻഷിപ്പ് വിത്ത് ഡച്ചുകാരുമായിട്ടുള്ള റിലേഷൻഷിപ്പിലെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. ഇതിനകത്ത് എന്താണ് നോക്കിക്കേ? 742 അല്ലെങ്കിൽ എന്താണ് മെഡിസിനൽ പ്ലാന്റ്സിനെ കുറിച്ച് എന്ത് ചെയ്യുന്നു? ഈ ഒരു ബുക്കിനകത്ത് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നു, അല്ലെ പ്രിസ്കല് പ്രസന്റ് ചെയ്തിരിക്കുന്നു. ഇത് കമ്പയർ ചെയ്തത് എന്താണ്? ഹെൻറി വാൻഡ്രിഡ് ദെൻ ദി ഡച്ച് ഗവർണർ വാസ് എ കമ്പയർ ഓഫ് ദിസ് വർക്ക്. ഈ വർക്കിന്റെ കമ്പയർ എന്ന് പറയുന്നത് അത് ഹെൻറിക് വാൻഡ്രിഡ് ആണ്. ആരാണ്? ഹെൻറിക് വാൻഡ്രിഡ് ആണ്. ഈ ഇ ടി അച്യുതൻ എ ഫേമസ് മെഡിക്കൽ പ്രാക്ടീഷണർ ഹെൽപ്ഡ് ഇൻ ദിസ് കോമ്പോസിഷൻ. മക്കളെ ഇതൊക്കെ നമ്മൾ പോയിന്റ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ ഇവരുടെ പേരുകൾ പഠിച്ചേ പറ്റൂ. ഹോർത്തൂർ മലബാറിക്കസ് എന്നുള്ള ഡച്ച് കോൺട്രിബ്യൂഷൻ ആണ്. ഇതിനകത്ത് എന്താണ്? 742 മെഡിസിനൽ പ്ലാന്റ്സിനെ കുറിച്ച് അതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇത് ആരാണിത്? ഡച്ച് ഗവർണർ ആയിട്ടുള്ള ഹെൻറിക് വാൻഡ്രിഡ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇത് എഴുതിയിരിക്കുന്നത്. ഇ ടി അച്യുതൻ എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്തു? ഈ ഒരു ബുക്ക് കമ്പയർ ചെയ്യാൻ എന്ത് ചെയ്തു? സഹായിച്ചു. പിന്നെ അപ്പുഭട്ട്, രംഗഭട്ട് ആൻഡ് വിനായക ഭട്ട് ഓൾസോ കോൺട്രിബ്യൂട്ട് ദി കോമ്പോസിഷൻസ് ഓഫ് ദിസ് വർക്ക്. ഈ ഒരു വർക്കിനെ കോമ്പോസിഷൻസിന് വേണ്ടി സഹായിച്ച മറ്റു ആൾക്കാരാണ് അപ്പുഭട്ട്, രംഗഭട്ട്, വിനായക ഭട്ട്. ഇനി ഹോർത്തൂസ് മലബാറിക്കസ് വാസ് ദി ഫസ്റ്റ് ബുക്ക് ടു ബി പ്രിന്റ് സം മലയാളം വേർഡ്സ്. ഹോർത്തൂറിക്സ് മലബാറിക്കസിലാണ്, അതായത് ആദ്യത്തെ ബുക്കിലാണ്, ഈ ഒരു ബുക്കിലാണ് ആദ്യമായിട്ട് എന്ത് ചെയ്തത്? മലയാള ഭാഷയ്ക്ക് എന്ത് ചെയ്യുന്നത്? അച്ചടിച്ച് വരുന്നത്. ഈസ് എ ഫസ്റ്റ് ബുക്ക് ടു ബി പ്രിന്റഡ് ഇൻ സം മലയാളം വേർഡ്സ്. ഇത് എന്താണ്? ചോദിക്കാവുന്നതാണ്, വൺ വേർഡിന് ചോദിക്കാവുന്നതാണ്. ദിസ് ബുക്ക് വാസ് ട്രാൻസ്ലേറ്റഡ് into Malayalam and English by Dr. K.S. Manila. ഇത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റഡ് ടു ഇംഗ്ലീഷ് ആൻഡ് മലയാളം. ഇംഗ്ലീഷിലേക്ക് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ആളുടെ പേരാണ് അത് ഡോക്ടർ K.S. Manila ആണ്. ഹോർത്തൂർ മലബാറിക്കസ് എന്ന് പറയുന്ന ആരുടെ കോൺട്രിബ്യൂഷൻ? ഡച്ചിന്റെ കോൺട്രിബ്യൂഷൻ ആണ്. ഇതിനകത്ത് എത്ര മെഡിസിനൽ പ്ലാന്റ്സ് ആണ് മക്കളുള്ളത്? 742 ആണുള്ളത്. ഏത് ഗവർണറുടെ സഹായത്തോടു കൂടിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്? ഹെൻറിക് വാൻഡ്രിഡിലൂടെയാണ്. മെഡിക്കൽ പ്രാക്ടീഷണർ ആയിരുന്ന ഇ ടി അച്യുതനും അതോടൊപ്പം അപ്പുഭട്ട്, രംഗഭട്ട്, വിനായക ഭട്ട് ഇവരൊക്കെ എന്ത് ചെയ്തു? ഈ ഒരു വർക്ക് എന്ത് ചെയ്തു? കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സഹായിച്ച ആൾക്കാരാണ്. ഇംഗ്ലീഷ് മലയാളം ട്രാൻസ്ലേഷൻ നടത്തിയത് ഡോക്ടർ K.S. മണിലാലാണ്. ഇനി ഇ ടി അച്യുതൻ വാസ് ആൻ അക്കംപ്ലിഷ്ഡ് ഇൻഡിജീനിയസ് ആൻഡ് മെഡിക്കൽ പ്രാക്ടീഷണർ ബോർഡ് ഇൻ കടകരപ്പള്ളി വില്ലേജ്, ചേർത്തല താലൂക്ക് ഓഫ് ദി പ്രസന്റ് ആലപ്പുഴ ഡിസ്ട്രിക്ട്. ഇദ്ദേഹം ജനിച്ചിരുന്നത് ചേർത്തല താലൂക്കിലാണ്, ഇന്നത്തെ ആലപ്പുഴ ജില്ലയിലാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് കുറച്ചുകൂടി എക്സ്ട്രാ പോയിന്റ് കിട്ടും. ഓക്കെ, ഇത് വൺ വേർഡ് ചോദിക്കാം, അങ്ങനെ ബോക്സിൽ കിടക്കുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ആരാ മക്കളെ വന്നത്? നെക്സ്റ്റ് വന്നത് ഫ്രഞ്ചുകാരാണ്. ഓക്കെ, നെക്സ്റ്റ് ആരാണ് വന്നത്? ഫ്രഞ്ച്. ഓക്കെ, ഇനി ഫ്രഞ്ചുകാർ ബ്രിട്ടീഷുകാർ തമ്മിലുള്ള യുദ്ധമാണ്. ഫ്രഞ്ചുകാർ ബ്രിട്ടീഷുകാർ നടന്നൊരു യുദ്ധമാണ് നമ്മൾ കർണാട്ടിക് വാസ്. എന്താണ് അറിയപ്പെടുന്നത്? കർണാട്ടിക് വാസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഫ്രഞ്ചുകാരെ നോക്കിക്കോ. ആഫ്റ്റർ ദി ഡച്ച് ദ ബ്രിട്ടീഷ്, മിസ് പറഞ്ഞില്ലേ ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം ലാസ്റ്റ് ആണ് ആര് വരുന്നത്? ഫ്രഞ്ചുകാർ വരുന്നത്. കെയിം ടു ഇന്ത്യ ഫോർ ട്രേഡ്. ദ വാർ ഫോർട്ട് ബിറ്റ്വീൻ ബ്രിട്ടീഷ് ആൻഡ് ഫ്രഞ്ച് ഫോർ ദി ഡോമിനൻസ് ഇൻ സൗത്ത് ഇന്ത്യ ഈസ് നോൺ ആസ് കർണാട്ടിക് വാസ്. അപ്പോൾ എന്താ പറയുന്നത്? BF എന്ന് പഠിച്ചു വയ്ക്കുക. ഗേൾ ഫ്രണ്ട് എന്നൊക്കെ നമ്മളിപ്പോൾ BF എന്നെങ്കിൽ പറയുന്നത്. സോ എന്നാൽ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലുള്ള
സൗത്ത് ഇന്ത്യയിൽ നടന്ന യുദ്ധത്തിനെയാണ് നമ്മളത് കർണാട്ടിക് വാസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ആര് ജയിച്ചു? ബ്രിട്ടീഷുകാർ ജയിച്ചു. ആസ് എ റിസൾട്ട് ദ ഫ്രഞ്ച് ഡോമിനൻസ് വാസ് റെഡ്യൂസ്ഡ് ഇൻ ടു പോണ്ടിച്ചേരി. ഇതിന്റെ ഫലമായിട്ട് എന്താണ്? ഫ്രഞ്ചുകാരുടെ ആധിപത്യം എങ്ങോട്ടേക്ക് മാത്രം ചുരുങ്ങി? പോണ്ടിച്ചേരിയിലേക്ക് മാത്രം ചുരുങ്ങി. അത് പോണ്ടിച്ചേരിയിലെ ഫ്രഞ്ചുകാരുടെ ഏതാണ്? യാനം, കാരക്കൽ, മാഹി. യാനം, കാരക്കൽ, മാഹി. അപ്പം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള പോർച്ചുഗീസുകാരുടെ ഡോമിനൻസ് എവിടെയായിരുന്നു മക്കളെ? ഇത് വൺ വേർഡ് ചോദിക്കും. ഏതാണ്? കൊച്ചി, ഗോവ, ദാമൻ ആൻഡ് ദീവ്. കൊച്ചി, ഗോവ, ദാമൻ ആൻഡ് ദീവ് ഏതാണ്? പോർച്ചുഗീസുകാരാണെങ്കിൽ ഫ്രഞ്ചുകാരുടേത് എവിടെയാണ് നമ്മൾ പഠിച്ചത്? യാനം, കാരക്കൽ, മാഹി. യാനം, കാരക്കൽ, മാഹി. ഓക്കെ മക്കളെ, ഇതൊരു വർക്കായിട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. നോക്കിക്കേ, ഈ ഒരു ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഫ്രഞ്ചുകാരാണ്. അപ്പോൾ എന്താണ്? ഫ്രഞ്ച് ഒക്കുപൈഡ് ആയിട്ടുള്ള ടെറിട്ടറീസ് എന്ത് ചെയ്യുക? ഇവിടെ എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ എന്താണ്? പോണ്ടിച്ചേരി ടെറിട്ടറീസ് ഒക്കുപൈഡ് ബൈ ഫ്രഞ്ച്. അപ്പോൾ എന്താണ്? ഈ ഒരു ഇൻഡിക്കേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എഴുതാവുന്നതേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അത് എന്ത് ചെയ്യുക? സ്വന്തമായിട്ട് എഴുതാം. ഓക്കെ, കർണാട്ടിക് വാസ് ആരൊക്കെ തമ്മിലായിരുന്നു? BF തമ്മിലായിരുന്നു നമ്മൾ പറയാം. ആരൊക്കെ തമ്മിലാണ്? BF തമ്മിലായിരുന്നു. എത്ര കർണാട്ടിക് വാസ് ഉണ്ടെന്ന് വെച്ചാൽ there are 3 കർണാട്ടിക് വാസസ് ഉണ്ടായിരുന്നു എന്നെന്ത് ചെയ്യുക? ജസ്റ്റ് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, ഇനി നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മെയിൻ ആയിട്ടുള്ള കാര്യത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്താണ്? ഇനി നമ്മുടെ ഇവിടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വരികയാണ്. ഓക്കെ, ദി റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ദി കമ്പനി ക്യാപ്റ്റൻ വില്യം ഹോക്കിങ്സ് ഒബ്റ്റെയിൻഡ് പെർമിഷൻ ഫ്രം ദ ദെൻ മുഗൾ എംപറർ ജഹാംഗീർ ടു സെറ്റപ്പ് എ ഫാക്ടറി ഇൻ ഗുജറാത്ത്, സൂറത്ത്. അതായത് നമ്മുടെ മക്കളെ, ഇതാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവരെ ആരെടുത്ത് വന്നു? മുഗൾ രാജാവായിട്ടുള്ള ജഹാംഗീറിനെ വന്ന് കണ്ടു. ആരാണ്? ജഹാംഗീർ. അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അയച്ച ഒരു റെപ്രസെൻറ്റേറ്റീവ് കാണുമല്ലോ, ഇദ്ദേഹത്തിൻ്റെ പേരാണ് എന്താണ്? ക്യാപ്റ്റൻ വില്യം. ഓക്കെ, വില്യം. ഇദ്ദേഹത്തിനെ അയച്ചുകൊണ്ട് ജഹാംഗീറിനോട് ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് ഗുജറാത്തിൽ സൂററ്റിലൊരു ഫാക്ടറി സെറ്റ് ചെയ്യാൻ പറ്റൂ എന്നെന്ത് ചെയ്യുക? ഇങ്ങനെ ചോദിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്തു? അവരെന്ത് ചെയ്തു? രാജ്യത്തിൻ്റെ വിവിധ ഭാഗത്ത് എന്ത് ചെയ്തു? ഫാക്ടറീസ് സെറ്റപ്പ്. ദ കമ്പനി ദെൻ സ്റ്റാർട്ടഡ് ഫാക്ടറീസ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഇന്ത്യ. ആഫ്റ്റർ ഗെയിനിങ് ദ ഡോമിനൻസ് ഇൻ മദ്രാസ്. മദ്രാസിലൊക്കെ എന്ത് ചെയ്തു? ഇവർക്ക് ഡോമിനൻസ് കിട്ടി. കൽക്കട്ടയിൽ ഡോമിനൻസ് കിട്ടി. ബോംബെയിൽ ഡോമിനൻസ് കിട്ടി. എന്ത് ചെയ്തു? ഇവിടെ എല്ലാം ഡോമിനൻസ് കിട്ടുമ്പോൾ ഇവരെന്താ സാധാരണ ചെയ്യാറ്? ഇവർക്ക് ഒരു സ്ഥലത്ത് കുത്തക കിട്ടിക്കഴിഞ്ഞാൽ ഇവർ അവിടുത്തെ കാര്യങ്ങൾ കയറി മൊത്തത്തിൽ പ്രശ്നമാക്കും. അപ്പോൾ എന്ത് ചെയ്താൽ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്തു? നമ്മളെ ജഹാംഗീറിനെ കാണാൻ ആരെ വിട്ടു? ക്യാപ്റ്റൻ വില്യം ഹോക്കിങ്സിനെ വിട്ടു. അപ്പം വന്നിട്ട് പറയാണ്, ജഹാംഗീറിൻ്റെ അടുത്ത് പറയാണ്, ഞങ്ങൾക്ക് സൂററ്റിലൊരു ഇത് വേണം, നിങ്ങളെ ഞങ്ങൾ സഹായിക്കണം. അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്തു? ഇവർ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും എന്ത് ചെയ്തു മക്കളെ? ഫാക്ടറീസ് സെറ്റപ്പ് ചെയ്തു. പിന്നെ എന്താണ് ഇവരുടെ തനി സ്വഭാവം? ഇവർ നമ്മൾ മറ്റേ ഒട്ടകത്തിന് സ്ഥലം കൊടുക്കുക എന്നൊക്കെ പറയത്തില്ല, അതേപോലെ എന്ത് ചെയ്തു? മദ്രാസിലും ബോംബെയിലും കൽക്കട്ടയിലും എല്ലായിടത്തും എന്ത് ചെയ്തു? ഇവർ ഫാക്ടറീസ് തുടങ്ങി. എന്ത് ചെയ്തു? ഇവരെന്ത് ചെയ്തു? ആ ടെറിട്ടറീസിൽ ഇത്രയും പറയുന്ന സ്ഥലത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ എന്ത് ചെയ്യാൻ തുടങ്ങി? ഇടപെടാൻ തുടങ്ങി. ഓക്കെ, The British established a political dominance in India with the Battle of Plassey in 1757. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ രാഷ്ട്രീയ അധികാരം സ്ഥാപിച്ചത് ഏത് യുദ്ധത്തിലൂടെയാണെന്ന് ചോദിച്ചാൽ ബാറ്റിൽ ഓഫ് പ്ലാസി 1757. ഈ വർഷം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പഠിക്കണം. 1757. ഓക്കെ, ഈ ബാറ്റിൽ ഓഫ് പ്ലാസി ആരൊക്കെ തമ്മിലായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരൊക്കെ പറയണം? സിറാജുദ്ദൗളയും റോബർട്ട് ക്ലൈവും തമ്മിലായിരുന്നു. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? ഇതൊക്കെ നമുക്ക് ഫസ്റ്റ് ചിലപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന കാര്യങ്ങളായിരിക്കാം. നമ്മൾ എന്ത് ചെയ്യണം? സൈഡിൽ അങ്ങ് എഴുതി വെക്കണം. ഈ യുദ്ധങ്ങൾ ആരൊക്കെ തമ്മിലായിരുന്നു? ആരായിരുന്നു? സിറാജുദ്ദൗളയും ഇൻറ്റു ആരാ? റോബർട്ട് ക്ലൈവ്. ഇങ്ങനെ എന്ത് ചെയ്യുക? ഒരു ഷോർട്ട് പോയിന്റ് ആയിട്ട് എഴുതി വെക്കുക. ഓക്കെ, നോക്കിക്കേ. ഇപ്പം ഇത് നവാബ് ഓഫ് ബംഗാൾ. അപ്പം ഈ സിറാജുദ്ദൗള എന്ന് പറയുന്നത് ബംഗാളിലെ നവാബാണ്. ഈ റോബർട്ട് ക്ലൈവ് എന്ന് പറയുന്നത് ആരാണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ യുദ്ധം നയിക്കുന്ന പുള്ളിക്കാരനാണ്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മക്കളെ, ഇതിനകത്ത് ആരായിരിക്കും ജയിക്കുന്നത്? ഈ സിറാജുദ്ദൗള എന്ന് പറയുന്നത് ഒരു ചെറിയൊരു പ്രദേശത്തിൻ്റെ നവാബാണ്. ഇദ്ദേഹം എന്ന് പറയുന്നത്, റോബർട്ട് ക്ലൈവ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നൊക്കെ പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? ഇതിലൂടെ ആരായിരിക്കും ജയിക്കുന്നത്? റോബർട്ട് ക്ലൈവ് എന്ത് ചെയ്യും? ജയിക്കും. നോക്കിക്കേ, നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ. ദ കോൺക്വസ്റ്റ് ഓഫ് ബംഗാൾ ഹെൽപ്ഡ്
ദ ബ്രിട്ടീഷ് ടു ബ്രിങ് അതർ പാർട്സ് ഓഫ് ഇന്ത്യ അണ്ടർ ദ കൺട്രോൾ. എന്ത് ചെയ്തു? ഇവർ ബംഗാൾ പിടിച്ചെടുത്തു. അതിന്റെ ഫലമായിട്ട് ഇന്ത്യയിലുള്ള പല ഭാഗങ്ങളും എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുകയാണ് ഉണ്ടായത്. ദ ലാൻഡ് ടാക്സസ് ഇൻ അഗ്രികൾച്ചറി റിച്ച് ബംഗാൾ ഹെൽപ്ഡ് ദി ബ്രിട്ടീഷ് build their military forces and raise army to conquer the rest of the country. Okay, land taxes in agriculturally rich Bengal helped the British build up their military powers and raise money to conquer the rest of the country. ഈ ബംഗാൾ എന്ന് പറയുന്ന മക്കളെ വളരെ കർഷക സമ്പന്നമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഓക്കെ, കർഷക സമ്പന്നമായിട്ടുള്ള സ്ഥലമാണ്. സോ എന്ത് ചെയ്തു? അവിടെ എന്ന് പറയുന്നത് ലാൻഡ് ടാക്സസ് എന്ത് ചെയ്തു? ഇമ്പോസ് ചെയ്തു. അവിടെ എന്ത് ഇമ്പോസ് ചെയ്തു? ലാൻഡ് ടാക്സസ് ഇമ്പോസ് ചെയ്തു. അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്തു? ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതിലൂടെ കിട്ടുന്ന പണം, അതായത് ഈ ടാക്സിലൂടെ കിട്ടുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മിലിറ്ററി പവറും അതോടൊപ്പം തന്നെ അവരുടെ പൈസയുടെ ബലവും എന്ത് ചെയ്തു? വർദ്ധിപ്പിക്കാൻ തുടങ്ങി. ഇനി വിത്ത് ദ ബാറ്റിൽ ഓഫ് ബക്സർ യുദ്ധം, അതായത് നെക്സ്റ്റ് ഒരു യുദ്ധം വരികയാണ്. ഇത് നമ്മൾ ഫുള്ള് യുദ്ധമാണ് പറയുന്നത്. ഇവിടെ നമ്മൾ എന്താ ബാറ്റിൽ ഓഫ് പ്ലാസി, ആരൊക്കെ തമ്മിലായിരുന്നു? സിറാജുദ്ദീൻ ദൗള ഇൻറ്റു റോബർട്ട് ക്ലൈവ്. നെക്സ്റ്റ് വരുന്നത് എന്താണ്? ദ ബാറ്റിൽ ഓഫ് ബക്സർ 1764. ഏതാണ്? 1764. ദ കമ്പനി അക്വയർഡ് ദ റൈറ്റ് ടു കളക്ട് ടാക്സസ് ഇൻ ദി പ്രൊവിൻസസ് ഓഫ് ബീഹാർ, ബംഗാൾ, ഒറീസ. ബീഹാർ, ബംഗാൾ, ഒറീസ എന്നീ സ്ഥലങ്ങളിലെ ടാക്സസ് കളക്ട് ചെയ്യാനുള്ള അധികാരങ്ങൾ ലഭിച്ചത് ഏതിലൂടെയാണ്? ദ ബാറ്റിൽ ഓഫ് ബക്സാറിലൂടെയാണ്. 1764 ഇന്ത്യ പഠിച്ചു വയ്ക്കുക. വിത്ത് ദാറ്റ് ഈസ്റ്റ് ഇന്ത്യ കമ്പനീസ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രസൻസ് ഇൻ ഇന്ത്യ ബിക്കം സ്ട്രോങ്ങർ. ഇതിലൂടെ എന്ത് ചെയ്തു? അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണപരമായിട്ടുള്ള അവരുടെ പ്രസൻസ് എന്ത് ചെയ്തു? ഇവിടെ കൂടുതൽ സ്ട്രോങ് ആയിട്ട് മാറി. ദ ബ്രിട്ടീഷ് ഡിഫീറ്റഡ് ദ കമ്പൈൻഡ് ഫോഴ്സസ് ഓഫ്, ഇവരിനി തകർത്ത ആരൊക്കെയാണ്? ദ മുഗൾ റൂളർ ഷാ ആലം ടൂനെ തകർത്തു. ദ നവാബ് ഓഫ് ഔദിലെ നവാബിനെ തകർത്തു. സിറാജുദ്ദൗളയെ തകർത്തു. ദ നവാബ് ഓഫ് ബംഗാൾ ആൻഡ് മിർ ജാഫർ ഇൻ ദിസ് ബാറ്റിൽ. ഈ ബാറ്റിൽ എന്ത് ചെയ്തു? ഇവരെല്ലാരും എന്താണ്? തകർക്കാണ്. ഇവര് ആരൊക്കെ വന്നാലും അവരെല്ലാം എന്താണ്? അടിച്ച് നാശമാക്കും. ആര് വിജയിക്കും? നമ്മുടെ ബ്രിട്ടീഷുകാർ വിജയിക്കും. ഓക്കെ, ഇനി ഈ ബ്രിട്ടീഷുകാരെ സംബന്ധിച്ച് കുറച്ച് പോയിന്റ്സ് ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ മക്കളെ, ഇൻ 1639 ദി നേറ്റീവ് കിങ് ധർമാല വെങ്കട്രി നായിക സീസ് ദ പോർട്ട് ഓഫ് മദ്രാസ് ടു ബ്രിട്ടീഷ് ഫോർ എ ലോങ് പീരീഡ് വിത്ത് ദി കണ്ടീഷൻ ദാറ്റ് ഹി വുഡ് ഗെറ്റ് ഹാഫ് ഓഫ് ദി ടോൾ റവന്യൂ ഓഫ് ദി പോർട്ട്. നോക്കിയേ, 1939 ഒരു നേറ്റീവ് ആയിട്ടുള്ള കിങ്, പ്രാദേശികപരമായിട്ടുള്ള ഒരു രാജ്യത്തിന്റെ രാജാവായിരുന്നു ധർമാല വെങ്കട്രി നായിക എന്ന് പറയുന്ന ഒരു പുള്ളി ഉണ്ടായിരുന്നു. ഈ പുള്ളി ചെന്ന് ബ്രിട്ടീഷുകാരുടെ അടുത്ത് പറഞ്ഞു, എന്താ പറഞ്ഞേ? മദ്രാസിലെ ഈ പോർട്ട് ഞാൻ നിങ്ങൾക്ക് കുറെ കാലത്തേക്ക് തരാം, പക്ഷെ അദ്ദേഹം ഒരു കണ്ടീഷൻ വെച്ചു. ഈ ടോളിൽ നിന്ന് കിട്ടുന്ന റവന്യൂ ഇതിന്റെ പകുതി ആർക്ക് കൊടുക്കണം? ഈ വെങ്കട്രി നായിക എന്ന് പറയുന്ന പുള്ളിക്ക് കൊടുക്കണം. അപ്പം മക്കളെ, ഒരിടത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം 1969 ഒരു നേറ്റീവ് കിങ്, വലിയ രാജാവൊന്നുമല്ല, ഒരു ചെറിയ പ്രദേശത്തിലെ രാജാവ്. ധർമാല വെങ്കട്രി നായിക എന്നാണ് പുള്ളിയുടെ പേര്. ഇദ്ദേഹം പറഞ്ഞു, മദ്രാസിലെ പോർട്ട് ഞാൻ നിങ്ങൾക്ക് തരാം, പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്ന ടോള് പിരിക്കുന്നതിന്റെ പകുതി എന്ത് ചെയ്യണം? എനിക്ക് തരണം. അങ്ങനെ പറഞ്ഞ ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. നെക്സ്റ്റ്, ബോംബെ വാസ് ഗിഫ്റ്റഡ് ടു ദി ഇംഗ്ലീഷ് കിങ് ചാൾസ് ടു വെൻ ഹി മാരിഡ് ടു ദി പോർച്ചുഗീസ് പ്രിൻസസ് കാതറിൻ ഇൻ 1662. അപ്പൊ എന്താണ് ബോംബെ ആർക്കാ കൊടുത്തത്? ചാൾസ് രണ്ടാമനാണ് കൊടുത്തത്. ബോംബെ വാസ് ഗിഫ്റ്റഡ് ടു ഹൂം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാ? ചാൾസ് 2 ആണ് എന്ന് ഇന്ത്യ ഓർത്തിരിക്കാം. പിന്നീട് എന്ത് ചെയ്തു? ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഹാൻഡ് ഓവർ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി ഫോർട്ട് വില്യം വാസ് ബിൽഡ് ബൈ, ഫോർട്ട് വില്യം അതായത് വില്യം കോട്ട അല്ലെങ്കിൽ ഫോർട്ട് വില്യം വാസ് ബിൽഡ് ബൈ ആരാണ് മക്കളെ? ബ്രിട്ടീഷുകാരാണ്. നമ്മൾ ആദ്യം ഒരു കോട്ട പറഞ്ഞല്ലോ, മാനുവൽ ഫോർട്ട് ആരാ ബിൽഡ് ചെയ്തത്? ആരാണ്? പോർച്ചുഗീസുകാരാണ് ബിൽഡ് ചെയ്തത്. മനസ്സിലാവുന്നില്ലെങ്കിൽ പിന്നെ റിവൈസ് ചെയ്ത് പഠിക്കണം കേട്ടോ. ഈ ഫോർട്ട് വില്യം എന്ന് പറയുന്ന 3 വില്ലേജുകളെ ചുറ്റിപ്പറ്റിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. സുദാനന്ദി, കാലിക്കട്ട, ഗോവിന്ദപൂർ. സുദാനന്ദി, കാലിക്കറ്റ് ആൻഡ് ഗോവിന്ദപൂർ ഈ ഒരു 3 വില്ലേജിനെ ചുറ്റിപ്പറ്റിയിട്ട് നിർമ്മിച്ച ഫോർട്ടാണ് ഇത് വില്യം ഫോർട്ട് എന്ന് പറയുന്നത്. ഇപ്പം ഗ്രാജുവലി ദി ഏരിയ ബിക്കം എ ടൗൺ ആൻഡ് കെയിം ടു ബി നോൺ ആസ് കൽക്കട്ട. ഇതിനെ പിന്നീട് എന്തായിട്ട് മാറി? കൽക്കട്ട എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ് പറയുന്നത്. അപ്പൊ നമ്മൾ നോക്കിക്കേ, ഇവിടെ എന്താണ്? ബാറ്റിൽ ഓഫ് പ്ലാസി പറഞ്ഞ സിറാജുദ്ദീൻ ദൗള ഇൻറ്റു റോബർട്ട് ക്ലൈവ് അല്ലെ? അപ്പൊ റോബർട്ട് ക്ലൈവ് എന്ത്
നോക്കിക്കേ മക്കളെ, റോബർട്ട് ക്ലൈവ് പറഞ്ഞ കാര്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സെൻഡ് മീ 2000 സോൾജേഴ്സ്, ഐ വിൽ കോൺകർ ഇന്ത്യ. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരൂ, ഞാൻ ഇന്ത്യ കോൺകർ ചെയ്യാം എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. എന്താണ്? സെൻഡ് മീ 2000 സോൾജേഴ്സ്, ഐ വിൽ കോൺകർ ഇന്ത്യ. റോബർട്ട് ക്ലൈവ് ആണ് ഇങ്ങനെ പറഞ്ഞത്. സോ അപ്പോൾ നമ്മളെന്താ ഇതിനകത്ത് ഇതും കൂടി ആഡ് ചെയ്ത് എഴുതിയെന്നാണ് കുറച്ചുകൂടി മാർക്കൊക്കെ എന്ത് ചെയ്യും കിട്ടും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം പറഞ്ഞ വാക്ക് ഇതേ കണക്ക് തന്നെ എന്ത് ചെയ്യുക, എഴുതുക. അപ്പോൾ എന്താ സെൻഡ് മീ എന്നുള്ളത് ആദ്യം എഴുതുക, പിന്നെ 2000 എന്നുള്ളത് നമ്മൾ എഴുതുക. 2000 സോൾജേഴ്സ്, ഐ വിൽ കോൺകർ ഇന്ത്യ. റോബർട്ട് ക്ലൈവ് ആണ് ഇങ്ങനെ പറയും. യു ഹാവ് റീഡ് ദ വേർഡ്സ് ഓഫ് റോബർട്ട് ക്ലൈവ് ഹു വാസ് ദ മിലിറ്ററി കമാൻഡർ ഓഫ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മിലിറ്ററി കമാൻഡർ ആയത് റോബർട്ട് ക്ലൈവിൻ്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. വൈ ഡു യു തിങ്ക് ഹി കമാൻഡ് ലൈക്ക് ദിസ്? അദ്ദേഹം എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പറഞ്ഞത്? അദ്ദേഹം ഇങ്ങനെ പറയാനുള്ള റീസൺസ് എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. ഡിസ് യൂണിറ്റി അമംഗ് ദി ഇന്ത്യൻ പ്രിൻസ്ലി സ്റ്റേറ്റ്സ്, ഇന്ത്യൻ പ്രിൻസ്ലി സ്റ്റേറ്റ്സിൽ ഇടയിലുള്ള അണ്ണൈക്യം കൊണ്ടാണ്, അല്ലെങ്കിൽ അവർ തമ്മിലൊരു യൂണിറ്റി ഇല്ല, അതുകൊണ്ടാണ് എന്ത് ചെയ്തത് അദ്ദേഹം ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. അതായത് ആര് തമ്മിൽ ഐക്യമില്ലാത്തപ്പോൾ എന്താണ് നമുക്ക് ഇന്ത്യ പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമായിട്ടുള്ള കാര്യമല്ലേ. നെക്സ്റ്റ് വൺ നോക്കിയാൽ മിലിറ്ററി ആൻഡ് ടെക്നോളജിക്കൽ സുപ്രമസി ഓഫ് ദി ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാരുടെ മിലിറ്ററി പരമായും ടെക്നോളജിക്കൽ പരമായിട്ടുമുള്ള സുപ്രമസി എന്താണ്, വളരെ നല്ല രീതിയിൽ ശക്തമായിരുന്നു. അവർ ഈ സാങ്കേതിക വിദ്യയിലും അതോടൊപ്പം തന്നെ മിലിറ്ററിയിലും ഒക്കെ എന്താണ് അവർ മുൻപന്തിയിലുള്ള ആൾക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് അവർക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം, ഒരു പ്രദേശത്തെ പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് അത്ര പാടുള്ള കാര്യമായിരുന്നില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ദ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ആൻഡ് ദ കമ്പനി. ഇനി പ്രിൻസ്ലി സ്റ്റേറ്റ്സും കമ്പനിയും തമ്മിൽ നടന്നിട്ടുള്ള യുദ്ധങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ യുദ്ധം എന്ന് പറയുന്നത് നോക്കിക്കാൻ മക്കളെ ആംഗ്ലോ മൈസൂർ വാർസ് എന്നൊക്കെ. ഫസ്റ്റ് യുദ്ധം ഏതാണ്? ആംഗ്ലോ മൈസൂർ വാർ. രണ്ടാമത്തെ യുദ്ധം നോക്കിക്കേ ആംഗ്ലോ മറാത്ത വാർ. തേർഡ് എന്ന് പറയുന്നത് ആംഗ്ലോ സിഖ് വാർ. ഈ മൂന്നെണ്ണമാണ് പ്രിൻസ്ലി സ്റ്റേറ്റ്സുകൾ തമ്മിൽ നടന്ന യുദ്ധത്തിൽ പറയുന്നത്. ദ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ വേ സബ്ജുഗേറ്റഡ് ബൈ ദ ബ്രിട്ടീഷ് ത്രൂ വാർ ആൻഡ് ഡിപ്ലോമസി. ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ എങ്ങനെയൊക്കെയാണ് അവർ കീഴ്പ്പെടുത്തിയിരുന്നത്? എന്തിലൂടെയൊക്കെയാണ്? യുദ്ധങ്ങളിലൂടെയും ഡിപ്ലോമസി നയതന്ത്രജ്ഞത്തിലൂടെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യയിലെ പ്രിൻസ്ലി സ്റ്റേറ്റ്സിലെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തത് കീഴ്പ്പെടുത്തിയത്. സബ്ജുഗേറ്റഡ് എന്ന് വെച്ചാൽ എന്താണ്? കീഴ്പ്പെടുത്തുക എന്നാണ് അർത്ഥം വരുന്നത്. പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ ബി സബ്ജുഗേറ്റഡ് ബൈ ദി ബ്രിട്ടീഷ് ത്രൂ വാർ ആൻഡ് ഡിപ്ലോമസി. യുദ്ധത്തിലൂടെയും ഡിപ്ലോമസിയിലൂടെയുമാണ് ഇന്ത്യയിലെ പ്രിൻസ്ലി സ്റ്റേറ്റ്സിനെ ബ്രിട്ടീഷുകാർ കീഴ്പ്പെടുത്തിയിരുന്നത്. ദ ആംഗ്ലോ മൈസൂർ വാർ വെയർ ഫോർട്ട് ബിറ്റ്വീൻ ദി സദേൺ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഓഫ് മൈസൂർ ആൻഡ് ദി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അപ്പോൾ ആംഗ്ലോ മൈസൂർ വാർ ആരൊക്കെ തമ്മിലായിരുന്നു? ആംഗ്ലോ മൈസൂർ വാർ മൈസൂരുകാരും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിലായിരുന്നു. ഇത് ആംഗ്ലോ മൈസൂർ വാർ എന്ന് പറയുന്നത്. ദ മൈസൂർ ആർമി വാസ് ലെഡ് ബൈ. മൈസൂർ ആർമി നയിച്ചത് ആരാണ്? ഹൈദരാലി, ഹു വാസ് എ റൂളർ ഓഫ് മൈസൂർ. മൈസൂരിലെ റൂളറായിരുന്ന ഹൈദരാലി ആയിരുന്നു ഇത് മൈസൂർ ആർമി നയിച്ചത്. ആൻഡ് ഹിസ് സൺ ടിപ്പു സുൽത്താൻ. അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേരെന്താണ്? ടിപ്പു സുൽത്താൻ എന്നാണ്. ദ കമ്പനി ആർമി ആൻഡ് ദ സുൽത്താൻ ക്ലാഷ്ഡ് 4 times. കമ്പനി ആർമിയും സുൽത്താൻ തമ്മിൽ എത്ര തവണ ക്ലാഷ് ആയിട്ടുണ്ട്? വാർ നടന്നിട്ടുണ്ട്. 4 തവണ എന്ത് ചെയ്യുന്നുണ്ട്? വാർ നടന്നിട്ടുണ്ട്. ആഫ്റ്റർ ഹൈദരാലിസ് ഡെത്ത്, ഹൈദരാലിയുടെ മരണശേഷം 1782 ഹൈദരാലി എന്ത് ചെയ്തു? മരിക്കുന്നു. മകനായിട്ടുള്ള ടിപ്പു സുൽത്താൻ എന്ത് ചെയ്യുന്നു? മൈസൂർ ഫോഴ്സിൻ്റെ അധികാരം ഏറ്റെടുക്കുന്നു. ദ ടിപ്പു സുൽത്താൻ കമാൻഡഡ് ദി മൈസൂർ ഫോഴ്സസ് ഇൻ ദി 4th മൈസൂർ വാർ. നാലാമത്തെ മൈസൂർ വാർ ആയപ്പോഴത്തേക്കും 1799 4th മൈസൂർ വാർ ആയപ്പോഴത്തേക്കും എന്ത് ചെയ്തു? മൈസൂർ ഫെൽ വെൻ ടിപ്പു സുൽത്താൻ വാസ് കിൽഡ് ബൈ ദി കമ്പനി ഫോഴ്സസ്. എന്ത് ചെയ്തു മക്കളെ? 4ാമത്തെ മൈസൂർ യുദ്ധത്തിൽ ടിപ്പു സുൽത്താൻ എന്ത് ചെയ്യുന്നു? കമ്പനിക്കാർ കൊല്ലുകയാണോ ചെയ്യുന്നത്? അപ്പോൾ 4th മൈസൂർ വാർ എന്നാണ് 1799 എന്നും കൂടി പറഞ്ഞേ. 1799 4th മൈസൂർ വാർ നടക്കുന്നത്. എന്ത് ചെയ്തു? ഇതിനകത്ത് എന്ത് ചെയ്തു? മൈസൂർ എന്ത് ചെയ്തു? താഴേക്ക് വീഴുന്നു. കാരണം എന്താണ്? നമ്മുടെ ടിപ്പു സുൽത്താനെ ആര് കൊല്ലുന്നു? കമ്പനി ഫോഴ്സസ് എന്ത് ചെയ്യുന്നു? കൊല്ലുന്നു. അപ്പോൾ നോക്കിയൊക്കെ മക്കളെ ആംഗ്ലോ മറാത്ത വാസ് ആംഗ്ലോ മൈസൂർ വാർ എന്ന് പറയുന്ന ആരൊക്കെ തമ്മിലാണ്? സൗത്ത് ഇന്ത്യയിലെ ഒരു പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ആയിട്ടുള്ള മൈസൂരും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തമ്മിലായിരുന്നു ഈ ഒരു യുദ്ധം നടന്നത്. മൈസൂർ ആർമി ലെഡ് ചെയ്തത് ആരായിരുന്നു? ഹൈദരാലി ആയിരുന്നു. ഇദ്ദേഹം എന്ന് പറയുന്നത് മൈസൂരിലെ റൂളറായിരുന്നു. അദ്ദേഹത്തിൻ്റെ സണ്ണിൻ്റെ പേരെന്ന് ടിപ്പു സുൽത്താൻ ആയിരുന്നു. കമ്പനിയും അതോടൊപ്പം തന്നെ മൈസൂർ സുൽത്താൻ തമ്മിൽ എന്താണ് പ്രശ്നങ്ങൾ എത്ര വട്ടം ഉണ്ടായിട്ടുണ്ട്? 4 പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. ഹൈദരാലിയുടെ മരണശേഷം ആര് അധികാരത്തിൽ വരുന്നു? ടിപ്പു സുൽത്താൻ അധികാരത്തിൽ വരുന്നു. നമ്മുടെ ടിപ്പു സുൽത്താനെ എന്ത് ചെയ്യുന്നു? കമ്പനി ഫോഴ്സസ് ഡിഫീറ്റ് ചെയ്യുന്നു, കൊല്ലുന്നു. ഏത് യുദ്ധത്തിലാണ്? 4th മൈസൂർ വാർ ഓഫ് 1799. ഓക്കെ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒരു കഥ പോലെ മനസ്സിലാക്കി വെച്ചിട്ട് സ്വന്തം സെൻറ്റൻസിലങ്ങ് എഴുതുക. പിന്നെ ഈ വർഷങ്ങളൊക്കെ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരുന്ന് അത് എഴുതണം കേട്ടോ. നെക്സ്റ്റ് 2ാമത്തെ യുദ്ധമാണ് ആംഗ്ലോ മറാത്ത വാസ്. സെക്കൻഡ് യുദ്ധം ഏതാണ്? ആംഗ്ലോ മറാത്ത വാസ് ഫോർട്ട് ബിറ്റ്വീൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആൻഡ് മറാത്ത കിങ്ഡം. ആംഗ്ലോ എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇംഗ്ലീഷുകാരെയാണ്. മറാത്ത എന്ന് പറയുന്നത് എന്താണ്? ആ
ഒരു കിങ്ഡമാണ് മറാത്ത കിങ്ഡം എന്ന് പറയുന്നത്. വിത്ത് തേർഡ് ആംഗ്ലോ മറാത്ത വാർ, മൂന്നാമത്തെ ആംഗ്ലോ മറാത്ത വാറോടുകൂടി ദ മറാത്ത ടെറിട്ടറീസ് വെർ കെയിം അണ്ടർ ദി കൺട്രോൾ ഓഫ് ബ്രിട്ടീഷ് കൺട്രോൾ. മൂന്നാമത്തെ മറാത്ത യുദ്ധത്തോടു കൂടി എന്ത് ചെയ്തു? ഈ മറാത്ത ടെറിട്ടറീസ് ആരുടെ അധികാരത്തിലായി? ബ്രിട്ടീഷുകാരുടെ അധികാരത്തിലായി. വിത്ത് ഡിഫീറ്റ് ഓഫ് ദി സിഖ്സ് ഇൻ ദി ആംഗ്ലോ സിഖ് വാർ. നെക്സ്റ്റ് വാർ പറയാണ് ആംഗ്ലോ സിഖ് വാർ. ആംഗ്ലോ സിഖ് വാർ ആരൊക്കെ തമ്മിലാണ്? സിഖുകാരും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിലായിരിക്കും. ഇതിൻ്റെ ഫലമായിട്ട് ആൻഡ് ദ സിഖ് ദ പഞ്ചാബ് കെയിം അണ്ടർ ദി ബ്രിട്ടീഷ് കൺട്രോൾ. ഇതിൻ്റെ ഫലമായിട്ട്, ഈ ഒരു യുദ്ധത്തിൻ്റെ ഫലമായിട്ട് പഞ്ചാബ് ആരുടെ അധികാരത്തിൽ വന്നു? ബ്രിട്ടീഷുകാരുടെ അധികാരത്തിൽ വന്നു. അപ്പോൾ നോക്കിയാൽ മക്കളെ, ആംഗ്ലോ സിഖ് വാർസ് എന്ന് പറയുന്ന ആരൊക്കെ തമ്മിൽ? സിഖുകാരും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിലായിരുന്നു. ഇതിൻ്റെ ഫലമായിട്ട് ബ്രിട്ടീഷുകാർക്ക് ഏത് പ്രദേശം കിട്ടി? പഞ്ചാബ് എന്ന് പറയുന്ന എന്ത് പ്രദേശം കിട്ടി? അപ്പോൾ മനസ്സിലായല്ലോ. പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ആംഗ്ലോ മൈസൂർ വാർ. സെക്കൻഡ് എന്ന് പറയുന്നത് ആംഗ്ലോ മറാത്ത വാർ. ഇതിലെല്ലാം ജയിക്കുന്ന ആരാണ്? ബ്രിട്ടീഷുകാരാണ് ഇതിലെല്ലാം ജയിക്കുന്നത്. പിന്നെ അതാണ് ആംഗ്ലോ സിഖ് വാർ. ഇതാണ് പ്രിൻസ്ലി സ്റ്റേറ്റ്സുമായിട്ട് നമ്മൾ നാട്ടുരാജ്യങ്ങളും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്നിട്ടുള്ള യുദ്ധം എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ. ദി എയിം ഓഫ് ദി ബ്രിട്ടീഷ് വാസ് ടു പ്രൊക്യൂർ മാക്സിമം വെൽത്ത് ഫ്രം ദി കോൺകേർഡ് ടെറിട്ടറീസ്. നമുക്കറിയാലോ. അപ്പോൾ ഈ ബ്രിട്ടീഷുകാർ എന്തിനായിരിക്കും എല്ലാ പ്രദേശവും ഇങ്ങനെ പിടിച്ചെടുക്കുന്നത്? അവിടെ നിന്ന് എന്ത് ചെയ്യുക? മാക്സിമം ആയിട്ടുള്ള വെൽത്ത് എന്ത് ചെയ്യുക? പിടിച്ചെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. ദ മെത്തേഡ് അഡോപ്റ്റഡ് ബൈ ദം ഫോർ ദിസ്. ഇതിന് വേണ്ടിയിട്ട്, അവിടെ നിന്ന് മാക്സിമം ആയിട്ടുള്ള സമ്പത്ത് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചിരുന്ന ഏതൊക്കെ മീൻസ് ആണോ നോക്കി, ഏതൊക്കെ മാർഗ്ഗങ്ങളിലൂടെയാണ്? ട്രേഡ്, വ്യാപാരത്തിലൂടെ. ടാക്സ് കളക്ഷൻസ്, അവിടെ എന്താണ്? അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളിൽ നിന്ന് ടാക്സ് കളക്ഷൻസിലൂടെ. പിന്നെ എന്താണ്? യുദ്ധം. അപ്പോൾ എന്താണ്? ദ മീൻസ് അഡോപ്റ്റഡ്. എന്തൊക്കെ മീൻസിലൂടെയാണ് അവർ അവരുടെ വെൽത്ത് ഇൻക്രീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ട്രേഡ്, വ്യാപാരത്തിലൂടെ. ടാക്സ് കളക്ഷൻ, പിന്നെ എന്താണ്? വാസ്, യുദ്ധത്തിലൂടെ. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ ടാക്സ് കളക്ഷൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ബ്രിട്ടീഷുകാർ ഇംപ്ലിമെൻറ്റ് ചെയ്ത പ്രധാനപ്പെട്ട ടാക്സ് കളക്ഷൻസ് ഏതൊക്കെയാണെന്നാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നോക്കിക്കാൻ മക്കളെ, ഈ ഒരു ബോക്സ് ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക? എഴുതുക. ഇത് എക്സാമിന് ചോദിക്കുന്നതാണ്. ഫസ്റ്റത്തെ ടാക്സ് ആണ് പെർമനൻറ്റ് ലാൻഡ് സെറ്റിൽമെൻറ്റ്. ഇത് ഏതൊക്കെ ഏരിയാസിലാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്? ഇംപ്ലിമെൻറ്റ് ഇൻ ഏരിയാസസിലായി ബംഗാൾ, ബീഹാർ ആൻഡ് ഒറീസ. ഏതൊക്കെ പ്രദേശമാണ്? ബംഗാൾ, ബീഹാർ ആൻഡ് ഒറീസ. ദ പെർമനൻറ്റ് ലാൻഡ് സെറ്റിൽമെൻറ്റ് ഏത് വർഷമാണെന്ന് നോക്കിക്കേ? 1793. ഏത് വർഷമാണ്? 1793ലാണ്. ഇത് എക്സിക്യൂട്ട് ചെയ്ത പേഴ്സൺ ആരാണ്? കോൺവാലിസ് ആണ്. പെർമനൻറ്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ്. ലാൻഡ്, കോണ്, ലാൻഡിലേക്ക് കോണൊക്കെ നമ്മൾ കൃഷി ചെയ്യുന്ന ഇവിടെ ലാൻഡിലാണ്. അപ്പോൾ അത് വെച്ച് മനസ്സിലാക്കി വെച്ചേക്കുക. പെർമനൻറ്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ് ആരാണ്? കോൺവാലിസ് ആണ്. ഏത് പ്രദേശത്താണ്? ബംഗാൾ, ബീഹാർ ആൻഡ് ഒറീസ. ഇതിനകത്ത് ഫീച്ചേഴ്സ് നോക്കിക്കേ. ദ സെമീൻദാസ്, അല്ലെങ്കിൽ നമുക്ക് ഈ പെർമനൻറ്റ് ലാൻഡ്സ് റവന്യൂ സെറ്റിൽമെൻറ്റ് മറ്റൊരു പേരാണ് സെമീൻദാരി സിസ്റ്റം. അല്ലെങ്കിൽ നമുക്ക് വേറൊരു പേര് എന്ത് പറയാം മക്കളെ? സെമീൻദാരി സിസ്റ്റം എന്ന് എന്ത് ചെയ്യാം? പറയാം. ഇതിൻ്റെ മറ്റൊരു പേരാണെന്ത്? സെമീൻദാരി സിസ്റ്റം. ഓക്കെ, സെമീൻദാരി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം ഓക്കെ, ദ സെമീൻദാസ് ഹു വേർ ദി ലാൻഡ് ലോഡ്സ് കളക്റ്റഡ് ഹൈ ടാക്സസ് ഓൺ ദി ബിഹാഫ് ഓഫ് ദി ബ്രിട്ടീഷുകാരുടെ അഭാവത്തിൽ എന്താണ്? ഹൈ ടാക്സസ് കളക്ട് ചെയ്യുന്ന ലാൻഡ് ലോഡ്സ് ആണ് എന്ത്? സെമീൻദാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നും കൂടെ നോക്കിക്കേ. സെമീൻദാസ് എന്ന് പറയുന്നത് ഇവരാണ് മക്കളെ ലാൻഡ് ലോഡ്സ്. ഉടമകളും ആരെ തന്നെയാണ്? ഈ സെമീൻദാസ് ആണ്. അല്ലെങ്കിൽ സെമീൻദാസിൻ്റെ മറ്റൊരു പേരാണ് ലാൻഡ് ലോഡ്സ്, അല്ലെങ്കിൽ ലാൻഡ് ലോഡ്സിൻ്റെ മറ്റൊരു പേരാണെന്ത്? സെമീൻദാസ്. ഇവരെന്താ ചെയ്തത്? ഇവരുടെ ഫംഗ്ഷൻ എന്തായിരുന്നു? കളക്റ്റഡ് ഹൈ ടാക്സസ്. എന്തായിരുന്നു? വലിയ നികുതിയിലുള്ള ടാക്സ് എന്ത് ചെയ്ത് കളക്ട് ചെയ്യുന്നു? ഓൺ ദി ബിഹാഫ് ഓഫ് ദി ബ്രിട്ടീഷുകാരുടെ അഭാവത്തിൽ ഭൂമിയിൽ നിന്ന് വലിയ ടാക്സ് കളക്ട് ചെയ്യുന്നത് ആരായിരുന്നു? ഈ സെമീൻദാസ് ആയിരുന്നു കളക്ട് ചെയ്യുന്നത്. The farmers were required to pay fixed amount as tax regardless of the fluctuations in the yield. നോക്കിയാൽ മക്കളെ, നമുക്ക് എല്ലായ്പ്പോഴും നമ്മുടെ ഈൽഡ് എന്ന് പറയുന്നത്, നമ്മുടെ ഒരു വിളവെന്ന് പറയുന്നത് എല്ലാ സമയത്തും ഒരുപോലെ ആയിരിക്കും? ഇല്ല. അതായത് എന്താണ്? നമുക്ക് ഒരുപാട് സർക്കംസ്റ്റാൻസസ് വരാൻ, നേച്ചർപരമായിട്ടുള്ള മഴ, അതോടൊപ്പം തന്നെ പ്രളയം, അങ്ങനെയൊക്കെ എന്താണ് ഒരുപാട് സർക്കംസ്റ്റാൻസസ് വരുമ്പോൾ നമുക്ക് എന്താണ് ഉദ്ദേശിച്ച അത്ര എന്താണ് വിളവെടുപ്പ് നമുക്ക് കിട്ടത്തില്ല. ആ ഒരു ഈൽഡ്, സെയിം ഈൽഡ് നമുക്ക് എല്ലാ വർഷവും ഒരുപോലെ ആയിരിക്കണമെന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. സോ എന്താണ് ഈ ഒരു സമയത്ത് ഈ ഫാമേഴ്സ് എന്താ ചെയ്തിരുന്നത്? ഈ ഫാമേഴ്സിന് എന്തായിരിക്കും? ഈൽഡ് കുറവായിരിക്കും. പക്ഷേ എന്താണ് ഈ ലാൻഡ്
പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റിൽ ഈ സെമീൻദാസ് എന്താണ് ഇതൊന്നും കൺസിഡർ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ദേ വേ റിക്വയർഡ് ടു പേ ഫിക്സഡ് എമൗണ്ട് ആസ് ടാക്സസ്. അവർക്ക് എന്താണ് ഒരു ഫിക്സഡ് എമൗണ്ട് ഉണ്ട്. അപ്പോൾ ഈൽഡ് കൊള്ളാമെങ്കിലും ഈൽഡ് നല്ലതാണെങ്കിലും എന്താണ് അവരൊരു ഫിക്സഡ് എമൗണ്ട് ഓഫ് ടാക്സസ് എന്ത് ചെയ്യണം കൊടുക്കണം. അതെന്ന് പറയുന്നത് നമ്മളുടെ കർഷകരുടെ ജീവിതം എന്താണ് ദുരിതത്തിലാക്കത്തില്ലേ. അപ്പോൾ ഇതിന് 2 പോയിന്റ് എന്ന് പറയുന്നത് എന്താണ് സെമീൻദാസ് എന്ന് പറയുന്ന ലാൻഡ് ലോഡ്സ് ആണ്. അവരെന്ന് ഹൈ ടാക്സസ് എന്ത് ചെയ്യുന്നു ആരുടെ ബിഹാഫിൽ കളക്ട് ചെയ്യുന്നു ബ്രിട്ടീഷുകാരുടെ ബിഹാഫിൽ കളക്ട് ചെയ്യുന്നു. ഇനി ഫാമേഴ്സ് വേ റിക്വയർഡ് ടു പേ എ ഫിക്സഡ് എമൗണ്ട് ആസ് ടാക്സസ് റിഗാർഡ്ലെസ് ഇൻ ഈ ഫ്ലക്ച്വേഷൻസ് ഇൻ ദി ഈൽഡിൽ എന്താണ് എന്തെങ്കിലും ഫ്ലക്ച്വേഷൻസ് ഉണ്ടായാൽ പോലും എന്താണ് അവരൊരു ഫിക്സഡ് എമൗണ്ട് ഓഫ് ടാക്സ് എന്ത് ചെയ്യണം അടയ്ക്കേണ്ടതായിട്ട് വന്നു. നെക്സ്റ്റ് രണ്ടാമത്തേതാണ് എന്ത് രണ്ടാമത്തെ ടാക്സ് റൈറ്റ് വാരി സിസ്റ്റം. സെക്ഷൻ വന്ന് റൈറ്റ് വാരി സിസ്റ്റമാണ്. ഇതിൻ്റെ വർഷം നോക്കിക്കേ 1820 1820. ഇത് നടന്ന പ്രദേശം ഡെക്കാൻ റീജിയൻസിലാണ്. സൗത്ത് ഇന്ത്യ ഡെക്കാൻ റീജിയൻസിലാണ് എന്ത് ചെയ്യുന്നത് ഇത് നടക്കുന്നത്. ഇതിന് നേതൃത്വം നൽകിയ വ്യക്തികൾ ആരൊക്കെയാണ് തോമസ് മൺറോ ആൻഡ് അലക്സാണ്ടർ റീഡ്. ആരൊക്കെയാണ് തോമസ് മൺറോ അലക്സാണ്ടർ റീഡ്. അപ്പോൾ റൈറ്റ് വാരി സിസ്റ്റം 1820 നടക്കുന്നത്. ഏതൊക്കെ റീജിയൻസിലാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നത് സൗത്ത് ഇന്ത്യ ആൻഡ് ഡെക്കാൻ. ഏതൊക്കെ വ്യക്തികളാണ് ഇതിന് നേതൃത്വം നൽകുന്നത് തോമസ് മൺറോ ആൻഡ് അലക്സാണ്ടർ റീഡ്. ഇതിനകത്ത് പെസൻസ് വേ കൺസിഡർ ആസ് ലാൻഡ് ലോഡ്സ്. ഇവിടെ എന്ന് പറയുന്നത് കർഷകർ തന്നെയായിരുന്നു എന്ത് ഭൂ ഉടമകളായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതായത് പെസൻസ് എന്ന് വെച്ചാൽ കർഷകരാണ്. പെസൻസ് വേ കൺസിഡേഴ്സ് ലാൻഡ് ലോഡ്സ്. ഭൂ ഉടമകളായിട്ട് കൺസിഡർ ചെയ്തത് ആരായിരുന്നു പെസൻസിനെ ആയിരുന്നു കൺസിഡർ ചെയ്തത്. നോക്കിക്കാം മക്കളെ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ ടാക്സസ് ആരാണ് കളക്ട് ചെയ്യുന്നത്. ബ്രിട്ടീഷ് കളക്റ്റഡ് ടാക്സസ് ഡയറക്ട്ലി ഫ്രം ദി ഫാമേഴ്സ്. ഇവിടുന്ന് ബ്രിട്ടീഷുകാർ എന്താണ് ഡയറക്റ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് ടാക്സസ് കളക്ട് ചെയ്യുന്നത്. നമ്മുടെ സെമീൻദാരി സിസ്റ്റത്തിനകത്ത് എന്തായിരുന്നു ആര് കളക്ട് ചെയ്ത് കൊടുക്കും സെമീൻദാസ് ആർക്ക് കൊടുക്കും. ഒരു ഫിഗർ വരച്ചു തരാം. ഇത് ബ്രിട്ടീഷ്, ഇത് ഫാമേഴ്സ്. ഓക്കെ, ഇതിൽ കുറേ ആൾക്കാരുണ്ട്. ഇതിൻ്റെ നടുക്ക് എന്തുണ്ട് ഒരാളുണ്ട്, ഒരു മിഡിൽ മാൻ ഉണ്ട്. ഇവിടെ ഒരു മിഡിൽ മാൻ ഉണ്ട്. ഇവരാണ് എന്ത് സെമീൻദാസ്. ഓക്കെ, സെമീൻദാസ് എഴുതുന്നുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും ഈ ഫാമേഴ്സിൽ നിന്നും ഉള്ള ടാക്സ് ആര് കളക്ട് ചെയ്യും സെമീൻദാസ് കളക്ട് ചെയ്തിട്ട് ആർക്ക് കൊടുക്കും ബ്രിട്ടീഷുകാർക്ക് കൊടുക്കും. ഫാമേഴ്സിൽ നിന്ന് ആര് കളക്ട് ചെയ്യും സെമീൻദാസ് കളക്ട് ചെയ്തിട്ട് ഇത് ആർക്ക് കൊടുക്കും ബ്രിട്ടീഷുകാർക്ക് കൊടുക്കും. എന്നാൽ ഈ റൈറ്റ് വാരി സിസ്റ്റത്തിനകത്ത് എങ്ങനെയാണ് റൈറ്റ് വാരി സിസ്റ്റത്തിനകത്ത് ആര് ഡയറക്റ്റ് ആയിട്ട് അങ്ങ് ടാക്സ് കളക്ട് ചെയ്യും ബ്രിട്ടീഷുകാർ ഫാമേഴ്സിൽ നിന്ന് എന്ത് ചെയ്യും ഡയറക്റ്റ് ആയിട്ട് അങ്ങ് ടാക്സ് കളക്ട്. അതാണ് എന്തിൽ വരുന്നത് റൈറ്റ് വാരി സിസ്റ്റത്തിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്തെന്ന് പറയുന്ന ഒരു മിഡിലായിട്ടൊരു മാൻ ഇല്ല. ഇവിടെ എന്ന് പറയുന്നത് സെമീൻദാസ് എന്ത് ഇല്ല, ഇവിടെ സെമീൻദാസ് ഇല്ല. ഇവിടെയാണ് നമ്മുടെ റൈറ്റ് വാരി സിസ്റ്റത്തിനകത്ത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നു ഫാമേഴ്സിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ടാക്സ് കളക്ട് ചെയ്യുന്നു. ദ ബ്രിട്ടീഷ് seized the land of the farmers who failed to pay taxes. ടാക്സസ് കൊടുക്കാത്ത ഫാമേഴ്സിൻ്റെ ഭൂമി എന്ത് ചെയ്യും ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കും. അത് ടാക്സ് കൊടുത്തില്ലെങ്കിൽ എന്താണ് ഇവർ പിടിച്ചെടുത്തുകൊണ്ട് പോകും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് എന്താണ് മഹൽവാരി സിസ്റ്റം. മഹൽവാരി സിസ്റ്റം 2 വർഷത്തിന് ശേഷം 1822 മഹൽവാരി സിസ്റ്റം നടക്കുന്നത്. നോർത്തേൺ ഇന്ത്യ, സെൻട്രൽ ഇന്ത്യ ആൻഡ് പഞ്ചാബ്. അതായത് നോർത്തേൺ ഇന്ത്യ, സെൻട്രൽ ഇന്ത്യ, പഞ്ചാബ് തുടങ്ങിയ പ്രദേശത്താണ് എന്തെങ്കിലും നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലൊക്കെയാണ് ഇത് നടക്കുന്നത്. നോർത്ത് ഇന്ത്യ, സെൻട്രൽ ഇന്ത്യ ആൻഡ് പഞ്ചാബിലാണ് മഹൽവാരി സിസ്റ്റം നടക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഹോൾട്ട് മെക്കൻസി ആണ്. ആരാണ് മെക്കൻസി. മഹൽ മെക്കൻസി MM വെച്ചിട്ട് കണക്ട് ചെയ്യാം. മഹൽ മെക്കൻസി. ഇവിടെ എന്ന് പറയുന്നത് വില്ലേജ് വാസ് ട്രീറ്റഡ് ആസ് എ യൂണിറ്റ് ആൻഡ് ടാക്സ് വാസ് കളക്റ്റഡ്. ഇവിടെ വില്ലേജ് മഹൽ എന്ന് വെച്ചാൽ അതിൻ്റെ വേർഡ് മീനിങ് എന്ന് വെച്ചാൽ മക്കളെ വില്ലേജ് എന്നാണ്. മഹൽ മീൻസ് വില്ലേജ് എന്നാണ്. ഇവിടെ എന്താണ് ഈ വില്ലേജിനെ എന്താണ് ഒരു യൂണിറ്റ് ആയിട്ട് കൺസിഡർ ആസ് എ യൂണിറ്റ് ആൻഡ് ടാക്സ് വാസ് കളക്റ്റഡ്. ഇവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത് ഇവർ ടാക്സസ് കളക്ട് ചെയ്യുന്നത്. ദ വില്ലേജസ് വിച്ച് ഡിഫോൾട്ടഡ് ഇൻ ടാക്സ് പേയ്മെന്റ് വാസ് അനക്സ്ഡ് ടു ബ്രിട്ടീഷ് ഇന്ത്യ. അതായത് ഏതെങ്കിലും വില്ലേജസിൽ തന്നെ ടാക്സ് കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും ഇത് ബ്രിട്ടീഷ് ഇന്ത്യയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടും. അപ്പോൾ മനസ്സിലായോ. മഹൽവാരി എന്ന് പറയുന്നത് 1822 നോർത്തേൺ ഇന്ത്യ, സെൻട്രൽ ഇന്ത്യ ആൻഡ് പഞ്ചാബ്. മെക്കൻസിയാണ് മഹൽ മെക്കൻസി. മഹൽ എന്ന് വെച്ചാൽ എന്താണ് വില്ലേജ് എന്നാണ്. വാസ് ട്രീറ്റഡ് ആസ് യൂണിറ്റ് ആൻഡ് ടാക്സ് വാസ് കളക്റ്റഡ്. ഒരു വില്ലേജിനെ ഒരു യൂണിറ്റ് ആക്കി മനസ്സിലാക്കിക്കൊണ്ട് എന്താണ് ടാക്സ് കളക്ട് ചെയ്തു. ഇപ്പോൾ ആരെങ്കിലും ടാക്സ് കൊടുക്കാതിരുന്ന എന്ത് ചെയ്യും അവരെ എന്ത് ചെയ്യും ബ്രിട്ടീഷ് സർക്കാരിലേക്ക് പിടിച്ചെടുക്കും. ലെറ്റ് us examine the general features of taxes collected implemented by the ബ്രിട്ടീഷ്. എന്തൊക്കെ പറയാം നമുക്ക് ഹൈ ടാക്സ് റേറ്റ് പറയാം. പിന്നെ പറയുന്നത് ആരെങ്കിലും ടാക്സ് റേറ്റ് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അവരുടെ പ്രദേശം ആര് പിടിച്ചെടുക്കും ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കും. അങ്ങനെയുള്ള എന്താണ് കോമൺ ഫീച്ചേഴ്സ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കി എഴുതാവുന്നതേ ഉള്ളൂ. അത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ. നെക്സ്റ്റ് വിത്ത് ദ ഇൻട്രൊഡക്ഷൻസ് ഓഫ് ടാക്സ്
ബ്രിട്ടീഷ് ടാക്സ് സിസ്റ്റം ഇതിൻ്റെ എഫക്ട്സ് എന്തൊക്കെയാണെന്ന് മക്കളെ നോക്കുന്നത്. അതായത് നമ്മൾ പറഞ്ഞു എന്ത് ചെയ്തു, ടാക്സ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞു. ഇനി വാട്ട് ആർ ദി എഫക്ട്സ്, ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഈ പോയിന്റ്സ് എഴുതുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. വിത്ത് ഇൻട്രൊഡക്ഷൻസ് ഓഫ് ബ്രിട്ടീഷ് ടാക്സ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ദ ഫാമേഴ്സ് വേ ഫോഴ്സ്ഡ് ടു പേ അല്ലെങ്കിൽ ടേക്ക് ലോൺസ് ഫ്രം മണി ലെൻഡേഴ്സ് ആസ് നോട്ട് ടു ലൂസ് ദെയർ അഗ്രികൾച്ചർ ലാൻഡ്. Okay, with the introductions of the British tax system, the farmers were forced to take loans from the money lenders so as to not lose their agricultural land. അപ്പോൾ നമ്മൾ പറഞ്ഞു മക്കളെ എന്താണ്, ഇവർ ടാക്സ് കൊടുത്തില്ലെങ്കിൽ, ബ്രിട്ടീഷ് ടാക്സ് സിസ്റ്റം എന്ന് വെച്ചാൽ ടാക്സ് കൊടുത്തില്ലെങ്കിൽ എന്താണ്, അവരുടെ ഫാമേഴ്സിൻ്റെ ലാൻഡ് ആര് പിടിച്ചെടുക്കുക, ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുക. അതിൻ്റെ ഫലമായിട്ട് എന്താണ്, ഫാമേഴ്സിന് അവരുടെ കൃഷിഭൂമി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് എന്തെടുക്കേണ്ടി വന്നു, ലോൺസ് എടുക്കേണ്ടി വന്നു. ആരിൽ നിന്നാണ്, മണി ലെൻഡേഴ്സിൽ നിന്ന് ലോൺസ് എടുക്കേണ്ടതായിട്ട് വന്നു. ഓക്കെ, ബ്രിട്ടീഷ് ടാക്സ് സിസ്റ്റം എന്ന് പറയുന്നത് ടാക്സ് കൊടുത്തില്ലെങ്കിൽ എന്താണ്, അവരുടെ ലാൻഡ് ആര് പിടിച്ചെടുക്കും, ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കും. അതിൻ്റെ ഫലമായിട്ട് അവരുടെ അഗ്രികൾച്ചർ ലാൻഡ്, കൃഷി ചെയ്യുന്ന ഭൂമി നഷ്ടമാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഫാമേഴ്സിന് എന്ത് ചെയ്യേണ്ടി വന്നു, മണി ലെൻഡേഴ്സിൽ നിന്ന് ഒരുപാട് ലോൺസ് എടുക്കേണ്ടി വന്നു. അപ്പോൾ എന്ത് ചെയ്യും, ഒരുപാട് ലോൺ എടുത്തു കഴിഞ്ഞപ്പോൾ നമ്മൾ തന്നെ ബാങ്കിൽ പോയി നിന്നാണ് കുറേ ലോണൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ലാസ്റ്റ് എന്താണ്, നമ്മളൊരു ട്രാപ്പിലേക്ക് വീഴാണ് ചെയ്യുന്നത്. ദിസ് റിസൾട്ടഡ് ഇൻ ദി ഫാമേഴ്സ് ഫാളിംഗ് ഇൻ ടു എ ഡെപ്റ്റ് ട്രാപ്സ്. ഇത് ഒരുപാട് കടക്കെണികൾ എന്ത് ചെയ്തു, അവർക്ക് സൃഷ്ടിച്ചു. മണി ലെൻഡേഴ്സ് ഹാവ് ദ പവർ ടു സീസ് ദ ലാൻഡ് ഓഫ് ദീസ് ഫാമേഴ്സ്. മണി ലെൻഡേഴ്സിന് എന്ത് അധികാരമുണ്ട്, ഇവരുടെ ലാൻഡ് പിടിച്ചെടുക്കാനുള്ള അധികാരം എന്ത് ചെയ്യുന്നുണ്ട്, ഈ മണി ലെൻഡേഴ്സിനുണ്ടെങ്കിൽ കാശ് കടം കൊടുക്കുന്ന അവർക്ക് അധികാരമുണ്ട്. ദ ന്യൂ ലീഗൽ സിസ്റ്റം ആൻഡ് ലാൻഡ് ടാക്സ് സിസ്റ്റം ഓഫ് ദി ബ്രിട്ടീഷ് എൻകറേജ്ഡ് മണി ലെൻഡേഴ്സ്. അതായത് പുതിയ ലീഗൽ സിസ്റ്റംസും അതോടൊപ്പം തന്നെ ലാൻഡ് ടാക്സ് സിസ്റ്റംസിനും ആർക്ക് കൂടുതൽ ഹെൽപ്ഫുള്ളായി, മണി ലെൻഡേഴ്സിന് കടം കൊടുക്കുന്ന ആൾക്കാർക്ക് പലിശക്കാരായിട്ടുള്ള ഈ മണി ലെൻഡേഴ്സിന് എന്ത് ചെയ്തു, കൂടുതൽ പ്രയോജനകരമായി. ഇൻസ്റ്റെഡ് ഓഫ് ഫുഡ് ക്രോപ്സിന് പകരം എന്ത് ചെയ്തു, ബ്രിട്ടീഷ് ഫോഴ്സ് ദ ഫാമേഴ്സ് ടു ഗ്രോ ക്യാഷ് ക്രോപ്സ് സച്ച് ആസ് ഇൻഡിഗോ ആൻഡ് കോട്ടൺ വെൻ ദേ നീഡഡ്. അതായത് ഈ ഒരു സമയത്ത് എന്താണ്, കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ വരികയാണ്. ബ്രിട്ടീഷ് ടാക്സ് സിസ്റ്റത്തിന്റെ ഫലമായിട്ട് എന്ത് വരുന്നു മക്കളെ, കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. അതായത് എന്താണ്, അതായത് നമ്മുടെ കൃഷിയെ വാണിജ്യവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ എന്താണ്, ഈ ഫുഡ് ക്രോപ്സിന് പകരം, അതായത് നമ്മൾ കഴിക്കുന്ന ക്രോപ്സിന് പകരം, അതായത് മിസ് ഇവിടെ എഴുതിയിട്ടുണ്ട് എന്താണ്, ഫുഡ് ക്രോപ്സിന് പകരം എന്താണ്, ക്യാഷ് ക്രോപ്സ്, അതായത് വാണിജ്യ വിളകൾക്ക് എന്ത് ചെയ്തു, പ്രാധാന്യം കൊടുത്തു. ക്യാഷ് ക്രോപ്സിന് എന്ത് ചെയ്തു, പ്രാധാന്യം കൊടുത്തു. ഇൻസ്റ്റെഡ് ഓഫ് ഫുഡ് ക്രോപ്സ് ദ ബ്രിട്ടീഷ് ഫോഴ്സ് ദ ഫാമേഴ്സ് ടു ഗ്രോ ക്യാഷ് ക്രോപ്സ്. ക്യാഷ് ക്രോപ്സ് ഗ്രോ ചെയ്യാനുള്ള എന്ത് ചെയ്തു, ആ ഒരു ഇങ്ങനെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരുന്നു കർഷകർ. ഏതൊക്കെയാണ് ക്യാഷ് ക്രോപ്സ്, ഇൻഡിഗോ കോട്ടൺ എന്ന ഏതൊക്കെയാണ് ക്യാഷ് ക്രോപ്സ് എന്ന് പറയുന്നത്. ദ സ്പ്രെഡ് ഓഫ് ക്യാഷ് ക്രോപ്സ് ഓൾസോ ലെഡ് ടു ദി റെഡ്യൂസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ക്രോപ്സ് വിച്ച് ലെഡ് ടു ഫുഡ് ഷോർട്ടേജ്. എന്ത്, ക്യാഷ് ക്രോപ്സ് മാത്രം ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയ ബേസിക് ആയിട്ടുള്ള ഫുഡ് ക്രോപ്സ് ഇല്ലാതായപ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, പട്ടിണി വരും, പോവർട്ടി വരും അല്ലേ. ദിസ് ഇൻക്രീസ്ഡ് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ ഹെൽപ്പ് ദ മണി ലെൻഡേഴ്സ് ആൻഡ് എക്സ്പ്ലോയിറ്റ് ദ ഫാമേഴ്സ്. ഇതിനെയാണ് നമ്മൾ കൊമേഴ്ഷ്യലൈസേഷൻസ് ഓഫ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. ഇത് ഈ കൊമേഴ്ഷ്യലൈസേഷൻ ക്യാഷ് ക്രോപ്സിന്റെ വർധനവ് കാരണം എന്ത് ചെയ്തു, ഫുഡ് ക്രോപ്സ് കുറഞ്ഞു. അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്തു, പോവർട്ടി വന്നു. ഇത് ആർക്കായിരിക്കും കൂടുതൽ ഉപയോഗപ്പെടുന്നത്, മണി ലെൻഡേഴ്സിന് ഇത് ഒരുപാട് സഹായിക്കുകയും അവരെന്ത് ചെയ്തു, ഫാമേഴ്സിനെ ചൂഷണം ചെയ്യുകയും എക്സ്പ്ലോയിറ്റ് ദി ഫാമേഴ്സ്. മണി ലെൻഡേഴ്സ് ആരെ എക്സ്പ്ലോയിറ്റ് ചെയ്തു, ഫാമേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തു. ആഫ്റ്റർ ദി ഹാർവസ്റ്റിന് ശേഷം ദി ഫാമേഴ്സ് വെർ ഫോഴ്സ് ടു സെൽ ദി അഗ്രികൾച്ചർ പ്രൊഡക്റ്റ് അറ്റ് വാട്ട് എവർ പ്രൈസ് ദേ കുഡ് ഗെറ്റ്. അതായത് ഈ ഹാർവസ്റ്റിന് ശേഷം, ഈ വിളവെടുപ്പിന് ശേഷം എന്താണ്, ഈ ഫാമേഴ്സിന് കിട്ടുന്ന വിലയ്ക്ക് എന്ത് ചെയ്തു, അവരുടെ അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് എന്ത് ചെയ്തു, വിൽക്കേണ്ടി വന്നു. അതായത് അവർക്കൊന്നും ഡിമാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ എൻ്റെ കോട്ടൺ എന്താണ് 50 രൂപയാണ്, അല്ലെങ്കിൽ എൻ്റെ കോട്ടന് 150 രൂപയാണ്, ഇങ്ങനൊന്നും ഡിമാൻഡ് ചെയ്യാം. പക്ഷെ കിട്ടുന്ന എന്ത് പൈസക്കാണോ കിട്ടുന്നത് ആ പൈസയ്ക്ക് എന്ത് ചെയ്യണം, അവർ പറയുന്ന പൈസയ്ക്ക് എന്ത് ചെയ്തു, കൊടുക്കേണ്ടി വന്നു. Let us examine how the British tax policy affected the farmers. ഈ ബ്രിട്ടീഷ് ടാക്സ് പോളിസീസിലെ റൈറ്റ് വാരി സിസ്റ്റം, പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ്, അല്ലെങ്കിൽ നമുക്ക് സെമീൻദാരി സിസ്റ്റം, പിന്നെ ഏതാ നമ്മൾ പറഞ്ഞ പോലെ മഹൽവാരി സിസ്റ്റം, ഇതൊക്കെയാണ് ടാക്സ് പോളിസി. ഇത് നമ്മുടെ ഫാമേഴ്സിന്റെ ജീവിതത്തിന് എങ്ങനെയായിരിക്കും മക്കളെ ബാധിച്ചിരിക്കുന്നത്. ദ ഫാമേഴ്സ് ഫൗണ്ട് ഇറ്റ് ഡിഫിക്കൽട്ട് ടു പ്ലേ ഹൈ ടാക്സസ്. എന്താണ്, അവർക്ക് ഈ ഹൈ ടാക്സസ് കൊടുക്കാൻ എന്ത് ചെയ്തു, ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു. ഈവൻ ദി ക്രോപ്സ് വെർ ഡാമേജ് ഡ്യൂ ടു ഫ്ലഡ് ഓർ ഡ്രൗട്ട്, ദെയർ വാസ് നോ ടാക്സ് റിലീഫ്. ഇപ്പോൾ ഒരു ഫ്ലഡ് വന്നാൽ, അല്ലെങ്കിൽ ഒരു വരൾച്ച വന്നാൽ, ഡ്രൗട്ട് എന്ന് വെച്ചാൽ വരൾച്ച എന്നാണ്, ഫ്ലഡ് എന്ന് വെച്ചാൽ നമുക്കറിയാലോ പ്രളയം, ഇത് രണ്ടും വന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്രോപ്സ് എന്ത് ചെയ്യും മക്കളെ, നശിക്കും. പക്ഷെ ആ ഒരു സമയത്ത് പോലും ഇവർക്ക് എന്ത് ചെയ്തില്ല, ഒരു ടാക്സ് റിലീഫും കൊടുത്തില്ല. ദെയർ വാസ് നോ ടാക്സ് റിലീഫ്. ദ ഫാമേഴ്സ് ഹാഡ് ടു റിലേ ഓൺ ദ മണി ലെൻഡേഴ്സ് ടു അവോയ്ഡ് ലൂസിംഗ് ദ ഫാം ലാൻഡ്. അവരുടെ ഫാം ലാൻഡ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ്, അവർക്ക് ആരെ ഡിപ്പെൻഡ് ചെയ്തേ പറ്റത്തുള്ളൂ, മണി ലെൻഡേഴ്സിന്, അല്ലെങ്കിൽ പലിശ കൊടുക്കുന്ന ആൾക്കാരിൽ ഡിപ്പെൻഡ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇനി ഡെപ്റ്റ് റിഡൻ ഫാമേഴ്സ് ലോസ്റ്റ് ദ ലാൻഡ്. അതായത് കട കയറിയ കർഷകർക്ക് എന്ത് ചെയ്തു, അവരുടെ ഭൂമി എന്ത് ചെയ്തു, നഷ്ടപ്പെട്ടു.
ഇനി ലൈക്ക് ദി പെസൻസ്, അതായത് നമ്മുടെ ഫാമേഴ്സിനെ പോലെ അല്ലെങ്കിൽ നമ്മുടെ കർഷകരെ പോലെ, ദ ബ്രിട്ടീഷ് പോളിസീസ് മെയ്ഡ് ദ ലൈവ്സ് ഓഫ് ദ ആർട്ടിസൻസ് സോ മിസറബിൾ. ആരുടെ ജീവിതവും എന്ത് ചെയ്തു, ഇത് കൈത്തൊഴിലാളികാരുടെയും, കൈത്തൊഴിൽ ആർട്ടിസൻസ് എന്ന് വെച്ചാൽ കൈത്തൊഴിൽ ചെയ്യുന്ന ആൾക്കാരുടെയും ജീവിതം എന്ത് ചെയ്തു, വളരെ ദുരിതത്തിലാക്കി. മിസറബിൾ എന്ന് വെച്ചാൽ കൂടുതൽ ദുരിതത്തിലാക്കി എന്നാണ്. ഇനി മെഷീൻ മെയ്ഡ് പ്രൊഡക്ട്സ് ഫ്രം ദി ബ്രിട്ടൻസ് വെർ ഇമ്പോർട്ടൻറ്റ് ടു ഇന്ത്യ. മെഷീൻ മെയ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ബ്രിട്ടനിൽ നിന്ന് എന്ത് ചെയ്തു, ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്തു. ഡ്യൂ ടു ദി കോമ്പറ്റീഷൻ with such products, the market of handicraft products such as cotton, silk, wool cloths, പോട്രി, ലെതർ ആൻഡ് എഡിബിൾ ഓയിൽ വാസ് ലോസ്റ്റ്. അതായത് ഇതേപോലുള്ള കോമ്പറ്റീഷൻസ്, അതായത് ഈ മെഷീൻ മെയ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സസ് വന്നപ്പോൾ ഈ ഹാൻഡ് ക്രാഫ്റ്റ് പ്രൊഡക്ട്സസ് ആയിട്ടുള്ള കോട്ടൺ, സിൽക്ക്, വൂൾ ക്ലോത്തുകൾ, പോട്രി, ലെതർ, അതോടൊപ്പം തന്നെ എഡിബിൾ ആയിട്ടുള്ള ഓയിൽ, ഇവയൊക്കെ മാർക്കറ്റ് വാല്യൂ ഇല്ലാണ്ടായെന്നാണ് പറയുന്നത്. ദിസ് ലെഡ് ടു ദ ലോസ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ദോസ് ഹു എൻഗേജ്ഡ് ഇൻ ദി ഹാൻഡിക്രാഫ്റ്റ്സ്. അപ്പൊ എന്ത് ചെയ്ത്, ഈ സാധനങ്ങൾ മേടിക്കാതിരിക്കുമ്പോൾ എന്താണ്, അവർക്ക് വരുമാനം ഉണ്ടാവുമോ? ഇല്ല മക്കളെ. അപ്പൊ എന്താണ്, അവരുടെ തൊഴിൽ നഷ്ടപ്പെടുകയും അതോടൊപ്പം അവരുടെ ലൈഫ് എന്ത് ചെയ്തു, വളരെ മിസറബിൾ ആവുകയും ചെയ്തു. മെനി വെയർ ഫോഴ്സ് ടു ഗീവ് അപ്പ് ദർ ട്രഡീഷണൽ ഒക്കുപേഷൻസ്. അവരുടെ ചിലരൊക്കെ എന്ത് ചെയ്തു, അവരുടെ പരമ്പരാഗതമായ തൊഴിൽ തന്നെ എന്ത് ചെയ്തു, നഷ്ടപ്പെടുത്തേണ്ടി വന്നു. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. അത് ഈ ബ്രിട്ടീഷുകാർ ഇവിടെ വന്നു. ഈ ബ്രിട്ടീഷുകാർ നമ്മൾ എന്താ മക്കളെ അന്ന് മുതൽ ചെന്നുകൊണ്ടിരിക്കുന്നത്, അവർക്ക് ഒരുപാട് പോസിറ്റീവ് ഉണ്ട്, പക്ഷെ കൂടുതലൊന്നും വരുന്നത് അവർ നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് ഇവിടുന്ന് അവർ കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇതിനെതിരെ നമ്മൾ എന്താണ്, ചെറുത്ത് നിൽക്കണം അല്ലെ. റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. ഈ ചൂഷണത്തിനെതിരെ നമ്മൾ എന്ത് ചെയ്യണം, ചെറുത്ത് നിൽക്കണം, അല്ലെങ്കിൽ നമ്മൾ എന്താണ്, പോരാടണം. ഇനി നമ്മൾ ഈ ബ്രിട്ടീഷുകാരുടെ ചൂഷണവും അവർ എങ്ങനെയാണ്, ഇവിടുത്തെ ആൾക്കാർ എങ്ങനെയാണ് അതിനെ പോരാടിയതും എന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ദ എക്കണോമിക് പോളിസീസ് ഓഫ് ദി ബ്രിട്ടീഷ് അഡ്വേഴ്സ്ലി അഫക്ട് ദ വേരിയസ് സെക്ഷൻസ് ഓഫ് പോപ്പുലേഷൻ ഇൻ ഇന്ത്യ. ഇവരുടെ എക്കണോമിക് പോളിസീസ്, ആരുടെ എക്കണോമിക് പോളിസീസ്, ബ്രിട്ടീഷുകാരുടെ എക്കണോമിക് പോളിസീസ് ഇന്ത്യയിലെ ജനങ്ങളെ എന്താ വളരെ മോശമായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്തു, ബാധിച്ചിരുന്നു. പീപ്പിൾ റൈറ്റഡ് എഗെയിൻസ്റ്റ്, പീപ്പിൾ എന്ത് ചെയ്തു, ജനങ്ങൾ എന്ത് ചെയ്തു, അതിനെതിരെ പോരാടി. അവരുടെ എക്കണോമിക് പോളിസീസ് എന്ത് ചെയ്തു, ഇന്ത്യയിലെ ജനങ്ങളെ വളരെ രീതിയിൽ ബുദ്ധിമുട്ടിച്ചു. അപ്പം നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾ എന്താ ചെയ്യുക, കഷ്ടപ്പെടുമ്പോൾ ഒരുപാട് എക്സ്പ്ലോയിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എതിർക്കും. ഓക്കെ, ഇതൊരു സ്റ്റോറിയാണ്. ഇത് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് വായിച്ച് പഠിക്കുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ എന്താണ്, സിമ്പിളായിട്ട് കിട്ടും. ഇത് ഇവരുടെ എക്സ്പ്ലോയിറ്റേഷൻ കാരണം, ഓരോ വില്ലേജസിലുണ്ടായിരുന്ന എക്സ്പ്ലോയിറ്റേഷൻ കാരണം ഉണ്ടായിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. ഒരുപാട് ഡിസീസസ് സ്പ്രെഡ് ചെയ്തു, ഫീവർ, പ്ലേഗ്, സ്മോൾ പോക്സസ്, അങ്ങനെയൊക്കെ എന്താണ് ഒരുപാട് പേര് അതിന്റെ പരമായിട്ട് മരിച്ചു. അതോടൊപ്പം തന്നെ എന്ത് ചെയ്തു, ഒരുപാട് ഡെഡ് ബോഡീസ് ഒക്കെ എന്ത് ചെയ്തു, അക്കാലത്ത് ഈ ഫീവേഴ്സും അതോടൊപ്പം തന്നെ ഇവരുടെ എക്സ്പ്ലോയിറ്റേഷൻസും ഒക്കെ കാരണം എന്ത് ചെയ്തു വന്നു എന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത് പറഞ്ഞത്. ഇവരുടെ ടാക്സ് ഒക്കെ ഇങ്ങനെ ആളുകളെയൊക്കെ അഫക്റ്റ് ചെയ്തു എന്നൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ചെറിയൊരു പോർഷനാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം. ആരുടെയാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പൊ നോക്കിക്കാൻ നമുക്കൊരു വൺ വേർഡൊക്കെ ചോദിക്കാം. ബങ്കിം ചന്ദ്ര ചാറ്റർജി ബംഗാളി നോവലാണ്. ഇതൊരു ബംഗാളി നോവലാണ് ആനന്ദമഠം. ആനന്ദമഠം രചിച്ചത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഒന്ന് പറഞ്ഞോക്കെ, ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഒന്നും കൂടി പറഞ്ഞോക്കെ, ബങ്കിം ചന്ദ്ര ചാറ്റർജി. നോവൽ ഏതാണ്? ആനന്ദമഠം. ആനന്ദമഠം. ഓക്കെ, ഇനി നോക്കിക്കേ, വന്ദേ മാതരം. അവർ നാഷണൽ സോങ് ഈസ് ടേക്കണം. നമ്മുടെ നാഷണൽ സോങ് ഏതാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ദേശീയ ഗാനം ഏതാണ്? നമ്മുടെ ദേശീയ ഗാനം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് നമ്മൾ പറയേണ്ടത്? വന്ദേ മാതരമാണ്. ഈ നോവൽ, ഈ ഒരു വന്ദേ മാതരം എഴുതിയിരിക്കുന്ന ഏത് നോവലിൽ നിന്നാണ്? ഈസ് ടേക്കൺ ഫ്രം ദി നോവൽ ആനന്ദമഠം. ആനന്ദമഠം എന്ന് പറയുന്ന നോവലിൽ നിന്നാണ് വന്ദേ മാതരം എടുത്തിരിക്കുന്നത്. റിട്ടൺ ബൈ ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബംഗാളി ഭാഷയിൽ എഴുതിയിരിക്കുന്ന ഒരു നോവലായിരുന്നു ആനന്ദമഠം. അതിൽ നിന്നാണ് വന്ദേ മാതരം എന്ന് പറയുന്ന നമ്മുടെ നാഷണൽ സോങ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഇതിനകത്ത് വന്ദേ മാതരം ഈസ് മെൻഷൻഡ് ഇൻ ദ നോവൽ ആസ് എ സോങ് സങ് ബൈ ദി ക്യാരക്ടർ ഭവാനന്ദൻ. ഭവാനന്ദൻ എന്ന് പറയുന്ന ഒരാള് പാടിയതായിട്ടുള്ള രീതിയിലാണ് നന്ദി ആനന്ദമഠത്തിനകത്ത് നമ്മുടെ വന്ദേ മാതരം എന്ന് പറയുന്ന നാഷണൽ സോങ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഏത് ക്യാരക്ടറാണ് ഇത് പാടിയത്? ഭവാനന്ദൻ. ഓക്കെ, ഭവാനന്ദൻ. അപ്പം വന്ദേ മാതരം നോവൽ ഏതായിരുന്നു? ആനന്ദമഠം. ആരെഴുതി? ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതി. ഓക്കെ, ഇനി നോക്കിയാൽ ഇത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മെയ്ഡ് നോ എഫേർട്ട് ടു സോൾവ് ദി പ്രോബ്ലംസ് ഓഫ് ഫെയിം ഇൻ ബംഗാൾ. അപ്പൊ ഇവരെന്ത് ചെയ്തു? ഒരുപാട് രീതിയിൽ, അതായത് ഇൻഡിഗോ കൾട്ടിവേഷൻ ഒക്കെ ഉള്ള നമ്മൾ ഇങ്ങോട്ട് ഫോളോയിങ് പറയും. അപ്പൊ എന്താണ് ബംഗാളിൽ എന്താണ് ആ കാലത്ത് എന്ന് പറയുന്നത്? ഒരു ഫാമിൻ, അതായത് എന്താണ് ക്ഷാമം എന്ന് വെച്ചാൽ തന്നെ ആർക്കും കുടിക്കാനും കഴിക്കാനും ഒന്നും ഇല്ലാതെ ഉള്ള ഒരു
സംഭവമാണ് ഫാമിൻ എന്ന് പറയുന്നത്. ആർക്കും എന്താണ് അങ്ങനെ ഒന്നും അത്ര അങ്ങോട്ട് ഫുഡ് കഴിക്കാനോ ഇല്ലാത്തതിന് നമ്മൾ ഫാമിൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പോവർട്ടി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പം ബംഗാളിൽ ഒരു ഫാമിൻ ഉണ്ടായിരുന്നു, ഒരു ക്ഷാമം അനുഭവപ്പെട്ടു. പക്ഷെ ഇതിനൊന്നും സോൾവ് ചെയ്യാൻ എന്താണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി റെഡി ആയതല്ല. ഹെൻസ് ദ പുവർ പെസൻസ് ആൻഡ് ദ ലേബേഴ്സ് ഫോട്ട് അഗൈൻസ്റ്റ് ദ ബ്രിട്ടീഷ് ആൻഡ് ദിസ് റിവോൾട്ട് വാസ് സപ്പോർട്ടഡ് ബൈ ദി സന്യാസീസ്. അപ്പോൾ ഈ ബംഗാളിൽ എന്ത് ചെയ്തു, ഇവർ ഈ ഒരു ക്ഷാമം അനുഭവപ്പെട്ട സമയത്ത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നോക്കി നിൽക്കുകയാണ് ചെയ്തത്. അപ്പം നമ്മുടെ എന്താണ് ഹെൻസ് ദ പുവർ പെസൻസ് ആൻഡ് ദ ലേബേഴ്സ്, അവിടെയുള്ള പാവപ്പെട്ട കർഷകരും അവിടുത്തെ തൊഴിലാളികളും ആർക്കെതിരെ പോരാടി, ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. ഈ ഒരു റിവോൾട്ടിനെ ആര് സപ്പോർട്ട് ചെയ്തു? ദിസ് റിവോൾട്ട് വാസ് സപ്പോർട്ടഡ് ബൈ ദി സന്യാസീസ്. സന്യാസീസ് ഈ റിവോൾട്ടിനെ സപ്പോർട്ട് ചെയ്ത്. സോ ദീസ് ആർ നോൺ ആസ് സന്യാസി റിബല്യൻ. ഇതിനെ നമ്മൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? സന്യാസി റിബല്യൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എലോങ് വിത്ത് ദി സന്യാസീസ്, ഈ സന്യാസീസിന്റെ കൂടെ ആരും കൂടി ചേർന്നു? ദ ഫക്കീസ് വെർ ഓൾസോ ജോയിൻഡ് ദി റിവോൾട്ട് അഗൈൻസ്റ്റ് ദ ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ ആരും കൂടി അണിചേർന്നു മക്കളെ? ഫക്കീസും കൂടെ അണിചേർന്നു. ആൻഡ് സോ ദിസ് റിവോൾട്ട് ഈസ് ഓൾസോ നോൺ ആസ് സന്യാസി ഫക്കീർ കലാപം. അതുകൊണ്ട് തന്നെ ഈ റിവോൾട്ടിനെ വിളിക്കുന്ന പേരാണെന്ത്? സന്യാസി ഫക്കീർ റെബല്യൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സന്യാസികൾ എന്ത് ചെയ്തു? സപ്പോർട്ട് ചെയ്തവരാണ് ഫക്കീർ. അപ്പൊ എന്ത് ചെയ്തു? അതുകൊണ്ട് തന്നെ ഈ ഒരു റിവോൾട്ടിനെ എന്ത് പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത്? സന്യാസി ഫക്കീർ റിബല്യൻ എന്നാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ഓക്കെ, ഈ സന്യാസി ഫക്കീർ റിബല്യൻ ആരാണ് നേതൃത്വം നൽകിയത്? ഭാവനി പതക് ആൻഡ് മഞ്ജുഷ. ഓക്കെ, മജ്നൂഷ. ഭവാനി പതക് ആൻഡ് മജ്നൂഷയാണ് എന്ത് ചെയ്യുന്നത്? ഇതിന് നേതൃത്വം നൽകിയത്. മജ്നൂഷ ആൻഡ് ഭവാനി പതക്. ഇത് വൺ വേർഡിന് ചോദിച്ചാൽ നാം എഴുതണം. ആരാണ്? ഭവാനി പതക്, ഭവാനി പതക്, ഭവാനി പതക് ആൻഡ് മജ്നൂഷ ദി സന്യാസി ഫക്കീർ റെബല്യൻ. ഓക്കെ, ഇനി നമ്മൾ എന്താണ്? അഗ്രികൾച്ചർ ടു റെബല്യൻ. കൃഷിയിൽ നിന്ന് നമ്മൾ എന്താണ്? ഒരു കലാപത്തിലേക്ക് പോകുന്ന കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ദ നീലം പെസന്റ് റിവോൾട്ട്. ദ നീലം പെസന്റ് റിവോൾട്ട് 1859 ഇൻ ബംഗാൾ വാസ് എ മോസ്റ്റ് ഇമ്പോർട്ടന്റ് അഗ്രിഗേറ്റഡ് റിവോൾട്ട് അഗൈൻസ്റ്റ് ദ ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾ. ബ്രിട്ടീഷ് കൊളോണിയൽ റൂളിൽ എതിരെ നടന്ന, അതായത് ഇവരുടെ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിനെതിരെ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാർഷിക കലാപം, അഗ്രിഗേറ്റഡ് റിവോൾട്ടാണ് ഇത് നീലം പെസന്റ് റിവോൾട്ട് എന്ന് പറയുമ്പോൾ. നീലം പെസന്റ് റിവോൾട്ട് വർഷം ഏതാണ്? 1859, 1859. എവിടെയാണ് നീലം പെസന്റ് റിവോൾട്ട് നടന്നത്? ബംഗാളിൽ. ഇതെന്ന് പറയുന്നത് ബ്രിട്ടീഷ് റൂളിനെതിരെ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഗ്രിഗേറ്റഡ് റിവോൾട്ടാണ്. അപ്പൊ നോക്കിയേ മക്കളെ, നീലം പെസന്റ് റിവോൾട്ട് എവിടെ നടന്നത്? ബംഗാളിലാണ്, 1859 നടന്നത്. ഇത് രണ്ടും എഴുതാൻ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കേട്ടോ. ലെറ്റ് us discuss the circumstances that led to the revolt. അപ്പം ഈ ഒരു റിവോൾട്ടിലേക്ക് നയിക്കാൻ എന്തെങ്കിലും കാരണങ്ങൾ കാണുമല്ലോ. ആ കാരണങ്ങൾ